നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഖുർആൻ സദാസമയം ഖുർആനുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ അടുക്കൽ, ഉസ്താദ്മാരുടെ അടുക്കൽ സംബന്ധിക്കാൻ തൗഫീഖ് നൽകി. ഭയങ്കര സന്തോഷമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. മാത്രമല്ല സലാത്തിന്റെ മജ്‌ലിസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സമയം ഒന്ന് കൂടുതലാക്കിയിട്ട് നിങ്ങളെ മുഷ്പിക്കൂല. സലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാത്തിന്റെ മഹത്വം നിങ്ങൾ മാസത്തിലും ഇവിടെ സലാത്തിലോട് ഒരുപാട് സലാത്തിന്റെ മഹത്വം കേട്ടിരിക്കും. എന്നാലും സലാത്തിനെ കുറിച്ച് കുറച്ച് പറയാതെ നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയല്ലല്ലോ. ആഫ്രിക്കയിൽ ഇസ്ലാം കടന്നു വന്നത് ഒരു സലാത്ത് കാരണമാണ്. റുഹിഫിദ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സലാത്ത് കാരണമാണ് ആഫ്രിക്കയിൽ ഇസ്ലാം കടന്നു വന്നത്. ആഫ്രിക്കയിലെ കാട്ടാള മനുഷ്യന്മാരുടെ ആധിപത്യത്തിലേക്ക്, വെറും കാട്ടാളന്മാർ മാത്രം ജീവിച്ചിരുന്ന ഒരു ചുറ്റുപാടിലേക്ക് എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ ആഫ്രിക്കയുടെ ഭൂഖണ്ഡത്തിലേക്ക് കടന്നുപോയിട്ട് ആ കാട്ടാള മനുഷ്യന്മാരോട് പറഞ്ഞു, ഓ മനുഷ്യ സമൂഹമേ, നിങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശാന്തസുന്ദരമായ തീരത്തേക്ക് കടന്നു വരണേ. അപ്പോഴേ നിങ്ങൾക്ക് സമാധാനം, അവിടെയാണ് നിങ്ങൾക്ക് ശാന്തി, അവിടെയാണ് നിങ്ങൾക്ക് ഉല്ലാസപൂർണമായ ജീവിതമെന്ന് ആഫ്രിക്കൻ ജനതയോട് പറഞ്ഞപ്പോനോട് അവിടത്തെ കാട്ടുള്ള മനുഷ്യന്മാര് പറഞ്ഞത്രേ, പോവണേ ഉക്കുബത്തെ, എവിടുന്ന് വന്ന ആളാ നീ? ആരാ? ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുതിയ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കടന്നത്? ഞങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന വസ്തുക്കളില്ലേ ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകിയ? ഇപ്പൊ എന്താ ഈ പുതിയൊരു ദീനിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ? അതുകൊണ്ട് മര്യാദക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടൊന്നും വന്നില്ല, എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ഏൽപ്പിച്ച വ്യക്തിത്വം അത് റുഹിഫിദ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഉപദേശിക്കലോ ഒറ്റ സ്ഥലത്തില്ല, അതിനനുസരിച്ച് നമുക്ക് ആവേശാവും. മുഹമ്മദ് മുസ്തഫ അനുഭൂതിയാത്മകമായ ഉദ്യാനത്തിലെ രാജവല്ലിയായി ജനഹൃദയങ്ങളിൽ സത്യസുഗന്ധം പരത്തിയ പുണ്യഭൂമൻ മുഹമ്മദ് മാനവ മനസ്സിന്റെ മാധുര്യമോറുന്ന മലർവാടിയാക്കിയ മണലാരുണ്യത്തിലെ മലർവാടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫയുടെ പേര് ചൊല്ലിയിട്ട് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ജനതയോട് പറഞ്ഞു, ഏ സമൂഹമേ, ഞാൻ തിരിച്ചു പോവാൻ വന്നതല്ല, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ, ശാന്തസുന്ദരമായ ഒരു മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് എന്നെ നിങ്ങളിലേക്ക് അയച്ചത്. അത് അയച്ചത് മറ്റാരുമല്ല, ലോകത്തെ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു പറഞ്ഞു. അയാള് പറഞ്ഞു, അവിടുത്തെ കാട്ടാളന്മാര് പറഞ്ഞു, മര്യാദക്ക് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോന്നാ നല്ലത്. ഞങ്ങൾക്ക് കാട്ടിലുള്ള ജന്തുക്കളുടെ പിടിമൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഞങ്ങൾക്കറിയാം, ഭാഷകളറിയാം. അതുകൊണ്ട് അവരെയൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജീവനോടുകൂടെ തിരിച്ചു പോകാൻ പറ്റൂല. അതുകൊണ്ട് മര്യാദക്ക് പറയാൻ നിങ്ങൾ തിരിച്ചു പോവണം. ഞങ്ങളൊന്ന് ശൂളം വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ സടജൽ കുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് സിംഹം വരും, പുലി ചീറിപ്പാഞ്ഞു വരും, അതേപോലെ സർപ്പം പത്തി വിടർത്തി പാമ്പുകൾ വരും. അവിടെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഒന്നും മുമ്പിൽ കുനിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, എന്റെ ദൗത്യം പൂർത്തിയാക്കണം. അങ്ങനെ ഇവര് പറഞ്ഞു. സംസാരം നീണ്ടുപോയി. മുന്നോട്ടേക്ക് സംസാരം നീണ്ടുപോയപ്പോഴാണ് ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആര്യാന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ വിളിച്ചോളി, എനിക്ക് പറയേണ്ട ദൗത്യം പറയണല്ലോ, ഇസ്ലാമിനെ പരിചയപ്പെടാതെ തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ. അത് പറഞ്ഞപ്പോ അവര് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോ സടകുടഞ്ഞ് എഴുന്നേറ്റു സിംഹം വന്നു, ചീറിപ്പാഞ്ഞ് പുലികൾ വന്നു, സർപ്പം പത്തി വിടർത്തിക്കൊണ്ട് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരങ്ങോട്ട് ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ഉരുവിട്ടു. ഞാൻ വന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. തിരിച്ചു പോന്ന പ്രശ്നമില്ല. സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്ന സിംഹം സടങ്ങട്ട് താഴ്ത്തി, ചെറിപ്പാഞ്ഞ് വന്ന പുലികൾ അങ്ങനെ തല താഴ്ത്തി ഇങ്ങോട്ട് നിന്നു. പത്തി വിടർത്തിയ മൂർഖം പാമ്പുകൾ, വിഷം ചീറ്റുന്ന പാമ്പുകളൊക്കെ പത്തിയങ്ങൾ വിടർത്തി. പുണ്യ റസൂലിന്റെ പേര് കേട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ആഫ്രിക്കയിൽ ഇസ്ലാം
തുടക്കം വന്നത് നമ്മൾ മനസ്സിലാക്കും. ഒരു സലാത്ത് കൊണ്ട് അവര് ചോദിച്ചു, ഉഖ്ബത്ത്, അങ്ങ് ചൊല്ലിയ മന്ത്രമേതാ, അങ്ങ് ചൊല്ലിയ ശ്ലോകമേതാ? അപ്പോ ഉഖ്ബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ലോകത്തെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ശ്ലോകമല്ല, അത് മന്ത്രമല്ല, നിങ്ങളുടെയും നമ്മുടെയൊക്കെ നേതാവിന്റെ പേര് ചൊല്ലിയതാണെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു, ഒരു പേര് കൊണ്ട് ഒരു രാഷ്ട്രത്തിൽ ഇസ്ലാം കടന്നു വന്നിരുന്നുവെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. നമ്മൾ ഈ മജ്ലിസൊക്കെ പണ്ടൊക്കെ സലാത്തിന്റെ മജ്ലിസിലൊക്കെ ഒരുപാട് ആൾക്കാർ, ഇന്ന് നമുക്ക് സമയമില്ല, നമ്മൾ ദുനിയാവായിട്ട് കെട്ടിപ്പടഞ്ഞിങ്ങനെ പോവല്ലേ. നമ്മൾ ചിന്തിക്കണം, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ കേട്ടവരായിരിക്കാം, ഒന്നുകൂടെ ഉണർത്തിയിട്ട് കടന്നു പോവാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു. അയാൾ ഒരു ഉപകാരം ചെയ്തില്ല, സമൂഹത്തിന് സമുദായത്തിന് ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തിന്റെ ശരീരം, ഭൗതിക ശരീരം എടുത്തുകൊണ്ട് മ്ലേച്ഛതകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ബോധനം, ഓ മൂസാ, നിന്റെ കൗമിൽപ്പെട്ട, നിന്റെ സമുദായത്തിൽപ്പെട്ട ഇന്നാലിന്ന ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം മ്ലേച്ഛതകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് മൂസ. ആ മനുഷ്യന്റെ ശരീരം എടുക്കണേ, അത് കുളിപ്പിക്കണേ, മയ്യത്ത് നമസ്കരിക്കണേ, കഫൻ ചെയ്ത് മരമാടണേ മൂസ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ, ആരുടെ ഭൗതിക ശരീരമാണ് മ്ലേച്ഛതകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചത്? സമൂഹത്തിനോട്, കൗമിനോട് ചോദിക്കാൻ പറഞ്ഞു. കൗമിനോട് ചോദിച്ചു, സമുദായത്തോട് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സമുദായത്തിന്റെ ഇടയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ആരുടേതാ ഒരു ഭൗതിക ശരീരം മ്ലേച്ഛതകളെ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചതായി അള്ളാഹു എനിക്ക് ബോധനം നൽകിയിട്ടുണ്ട്, ആരുടേതാ? ആ സമയത്ത് മൂസാ നബിയോട് പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചക, അങ്ങ് പറയുന്ന പോലെ ഒരു വലിയ ബഹുമാന്യനായ ഒരു വ്യക്തിത്വത്തിന്റെ അല്ല, ജീവിതത്തിൽ ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഒരു ഉപകാരം അയാൾ ചെയ്തിട്ടില്ല, പിന്നെ അയാൾ എന്തിനാ നമ്മൾ വെറുതെ സമയം കളയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല, കഫൻ ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, മറമാടിയിട്ടില്ല, മ്ലേച്ഛതകൾ നിക്ഷേപിക്കുക. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യനല്ലേ, അയാൾ എന്തിനാ നമ്മൾ ബഹുമാനിക്കുന്നത്? എന്തിനാ റെസ്പെക്ട് കൊടുക്കണം, എന്തിന് തഴലീം കൊടുക്കണം, എന്തിന് ആദരവ് കൊടുക്കണം? അവിടെ കൊടുത്തില്ല, ഞങ്ങൾ മ്ലേച്ഛതകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബോഡി എടുത്തു കൊണ്ടുവന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നമസ്കരിക്കാനും മറമാടാനും ആ സമുദായം കൗമു ചോദിച്ചു, ഇയാൾ ചെയ്തതെന്താ? മൂസാ നബി നേരിട്ട് വന്നിട്ട് ഇയാളുടെ കാര്യത്തിൽ എന്താ കാരണം ചോദിച്ചു. മൂസാ നബി പറഞ്ഞു, ഞാൻ ഇടപെട്ടത് അത്ഭുതം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്നത്. മൂസാ നബിയോട് ചോദിച്ചു, അയാൾ ചെയ്ത പ്രവൃത്തി എന്താ? ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? ജീവിതകാലത്ത് ഒരു തവണ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം മറിച്ചു നോക്കിയപ്പോ, തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം മറിച്ചു നോക്കുമ്പോ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കണ്ടപ്പോ അതിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ സലാത്ത് ചൊല്ലി. റസൂൽ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം മറിച്ചു നോക്കുമ്പോ ഉടനെ പുണ്യനബിയുടെ പേര് കണ്ടപ്പോ ആ പേരിന്റെ കൂടെ മുഹമ്മദ്, അതിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ചൊല്ലി സലാത്ത്. അത് കാരണം അയാളെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അയാളെ മ്ലേച്ഛതകളെ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് അയാളുടെ ബോഡി നിക്ഷേപിക്കാൻ പറ്റൂല. നമ്മൾ ചോദിച്ചോ, ഒരു സലാത്തിന്റെ ശ്രേഷ്ഠത, ദുആക്ക് ഇജാബത്ത് അത് സലാത്തിലൂടെ മാത്രം. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും അള്ളാഹനെ സ്തുതിച്ചിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മൾ ചോദിച്ചോ, പ്രവാചകനെ മാറ്റി നിർത്തിയിട്ട് ഒരു വിശ്വാസിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയൂല. അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയൂല, ഒന്നും നേടിയെടുക്കാൻ കഴിയൂല, ദുനിയാവ് നേടിയെടുക്കാൻ കഴിയൂല, ആഖിറ നേടിയെടുക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ ഉടനെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാറ്റി നിർത്തിയിട്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയുമോ? കഴിയില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ മന്ത്രധ്വനി, ആ ബാങ്കിന്റെ മുന്നെയും അവൻ പറയണം, വിശ്വാസി പറയണം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, എന്നിട്ട് വേണം ബാങ്ക് കൊടുക്കാൻ തുടങ്ങാൻ. ആ ബാങ്കിലും അവൻ പറയണം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കഴിഞ്ഞാലും സലാത്ത്, അതിനുശേഷം പുണ്യ റസൂലിന്റെ പേരിൽ
ദുആ ചെയ്യുന്നു, വസീലത്തിനെ ഫളീലത്തിനെ തേടുന്നു. നമസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഇഖാമത്ത് കൊടുക്കുന്നവൻ പറയട്ടെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സലാത്ത് മാറ്റി നിർത്തിയിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പുണ്യ റസൂലിനെ മാറ്റി നിർത്തിയിട്ട് എന്താ ചെയ്യാനുള്ളത് ലോകത്ത്? ഒരു വിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് സലാത്ത് ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യാനാണ് പുണ്യനബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഇജാബത്ത് ഉണ്ടാവണമെങ്കിൽ സലാത്ത് മുമ്പ് കടന്നു വരണം എന്നുള്ളതിന് തെളിവാ നമസ്കാരത്തിൽ ആദ്യം അല്ലേ അത്തഹിയാത്തു കഴിഞ്ഞ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിയതിന് ശേഷം നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഉഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അല്ലേ ആ സലാത്ത് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയൂല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് വരെ ഒരാൾ ഒരു വിശ്വാസി ചൊല്ലിയിരിക്കണം അത്തഹിയാത്ത്. അപ്പോഴേ അവന്റെ നമസ്കാരം വരെ പൂർണ്ണമാവുന്നുള്ളൂ. നമസ്കാരം കഴിഞ്ഞാലും ഇതൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ ഉടനീളം സലാത്ത്. ഇനിയോ മരണപ്പെട്ടാലോ? മരണപ്പെട്ട് മയ്യത്ത് മുന്നിൽ കൊണ്ടുപോയി വെച്ച മനുഷ്യനും ആ മനുഷ്യന്റെ പേരിലുള്ള മയ്യത്ത് നമസ്കാരത്തിലും രണ്ടാമത്തെ തക്ബീറിന് ശേഷം ദുആക്ക് മുമ്പായിട്ട് പുണ്യനബിയുടെ പേരിൽ സലാത്ത് ചൊല്ലണേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഭാഗ്യവാന്മാരാ. നമ്മൾ ആ സദസ്സിലെ ഒരുമിച്ച് കൂടിയത് ആ പുണ്യ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇങ്ങനെയൊക്കെ സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നല്ലേ? നമ്മൾ ലോകത്ത് മറ്റാരേക്കാളും സ്നേഹിക്കുന്നു, മഹബത്ത് വെക്കുന്നു. പക്ഷേ നമുക്ക് കിട്ടുന്നത് എന്താ? നാളെ മഹ്ശറാവൻ സഭയിൽ എല്ലാവരും നെട്ടോട്ടമോടുന്നു. കാലിൽ ചെരുപ്പില്ലാതെ, ദേഹത്ത് വസ്ത്രങ്ങളില്ലാതെ, നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ ശരീരം എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ബേജാറിലോടുന്ന സമയത്ത് എല്ലാവരും ഓരോരുത്തരുടെ ശരീരത്തെക്കുറിച്ച് വേവലാതിയിലിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്ക് പട്ടിന്റെ വസ്ത്രവുമായിട്ട് കടന്നു പോകുന്നു. ജിബ്രീൽ, മീകായിൽ എന്ന് പറയുന്ന മാലാഖമാര് കടന്നുപോയിട്ട് പട്ടിന്റെ വസ്ത്രവുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന നബി മുഹമ്മദ് മുസ്തഫാന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് പുണ്യനബിയോട് പറയുന്നു, നബിയേ എഴുന്നേറ്റ് വന്നാലുമെന്ന് പറയുമ്പോ തലയിലെ മണ്ണ് നീക്കിയിട്ട് മദീന മുനവ്വറയുടെ പച്ചക്കുപ്പയുടെ താഴ്വരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയിലെ മണ്ണ് നീക്കിയിട്ട് ചോദിക്കുമത്രേ, ഐന ഉമ്മത്തി, എന്റെ സമുദായം എവിടെ? ഇങ്ങനെ നമ്മൾ ഒരു വിശ്വാസി 24 മണിക്കൂറും അള്ളാന്റെ റസൂലിനെ ഓർക്കുമ്പോ അള്ളാന്റെ റസൂൽ ഓർക്കുന്ന ഒരു ഘട്ടം നമ്മളെ തിരിച്ചോർക്കുന്ന ഒരു ഘട്ടം പറയുന്നത് മഹ്ശറയിൽ എല്ലാരും ബേജാറിൽ അങ്ങൾക്ക് പെങ്ങളെ വേണ്ട, പെങ്ങക്കാങ്ങളെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യ വേണ്ട. ഒരു വിരിപ്പിൽ, ഒരു പുതപ്പിൽ, ഒരു തലയണിയിൽ അന്തി ഉറങ്ങിയവർക്ക് പരസ്പരം ആരെയും നോട്ടമില്ലാതെ പരസ്പരം നെട്ടോട്ടമോടുമ്പോ അവിടെ വച്ചിട്ട് ലോകത്തിന്റെ നായകൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ സമുദായം അവരെയാണ് എനിക്ക് കാണേണ്ടുന്നത്, അവരുടെ അവസ്ഥയാണ് എനിക്കറിയേണ്ടുന്നതെന്ന് പറയുന്ന ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബുദ്ധിജീവികൾ കടന്നു വന്നു, ശാന്തമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നു. ഫ്രാൻസിലെ ജാഗ്രേജിയെ പോലെ, ലിയോപോൾഡ് വൈസിനെ പോലെ, കർമ്മദിക് പിക്കാളിനെ പോലെ, മറിയൻ ജമീലയെ പോലെ, കാശിസ് ക്ലേയെ പോലെ കള്ളുകുടിച്ച് തമ്മാടിത്തരങ്ങളും താനോദിത്തരങ്ങളും ചെയ്തിരുന്നവര്, പെണ്ണിന്റെ പിന്നാമ്പുറങ്ങൾ അലഞ്ഞിരുന്നവര്, പെണ്ണാണ് സർവമാണ് സുഖങ്ങളും തരുന്നത്, പെണ്ണിന്റെ പിന്നാമ്പുറങ്ങളില് പോകുമ്പോഴാണ് സകലമാന സൗഭാഗ്യങ്ങളും സകലമാന അനുഭൂതികളും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയപ്പോ, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോ, ശാന്തസുന്ദരമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നപ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിച്ചപ്പോ, ആ ലോകത്തിന്റെ നായകന്റെ മുന്നിൽ വന്നിട്ട് കാശിസ് ക്ലേ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, ഓ മനുഷ്യ സമൂഹമേ, ഞാനിതാ എന്റെ പേര് പോലും മാറ്റുകയാണ്, മുഹമ്മദ് അലി ക്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പേര് പോലും മാറ്റിയിട്ട് ലോകത്തൊരു മുഹമ്മദീയ ജാഗരണം. നമ്മൾ ചിന്തിച്ചു നോക്ക്, എന്തൊരു സംഭവം. ബുദ്ധിജീവികളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന എന്തുകൊണ്ടാണ്? ആ പുണ്യ റസൂലിനെ മനസ്സിലാക്കിയപ്പോ. എന്നാൽ അസ്ലും മുസ്ലിമായി വിശ്വാസത്തിൽ ഊന്നിയ നമ്മളോ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വ്യതിചലിച്ചു കൊണ്ടിരിക്കുക.
നമ്മൾ എങ്ങോട്ടാ നമ്മുടെ പോക്ക്? നമ്മളെ പോക്ക് എങ്ങോട്ടാ? എത്ര ആൾക്കാർ അന്തി ഉറങ്ങുന്നുണ്ട്. നമ്മൾ നോക്കി നോക്ക്, മദീനത്തേക്ക് എപ്പോഴെങ്കിലും ഒന്ന് തിക്കും തിരക്കും കുറഞ്ഞു കണ്ടിട്ടുണ്ടോ ആ സ്ഥലത്ത്? എന്നാ വേറെ സ്ഥലത്തുനിന്ന് ആൾക്കാർ അന്തി ഉറങ്ങുന്നില്ലേ? സ്റ്റാലിൻ അന്തി ഉറങ്ങുന്നില്ലേ? മൊസോളനെ അന്തി ഉറങ്ങുന്നില്ലേ? അവരൊന്നും അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് ആരും പോകുന്നില്ല. അല്ലെങ്കിലോ പാറക്കെട്ടുകൾ കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതി ഭംഗി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് പട്ടണങ്ങൾ പറയില്ലേ? ഏതൻസ് പട്ടണമുണ്ട്, സ്പാർട്ട പട്ടണമുണ്ട്, മോസ്കോ പട്ടണമുണ്ട്, വാഷിംഗ്ടൺ പട്ടണമുണ്ട്. ഈ പട്ടണത്തിൽ ആൾക്കാർ പോകുന്നില്ല. അങ്ങനെ ആൾക്കാരൊന്ന് ടൂർ പോകണമായിരുന്നുവെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വാഷിംഗ്ടൺ പട്ടണത്തിലേക്ക് പോകണമായിരുന്നില്ലേ? പക്ഷെ വാഷിംഗ്ടൺ പട്ടണത്തിലേക്ക് ആൾക്കാർ പോകുന്നില്ല. 10 വർഷം കഴിഞ്ഞിട്ട് അവിടെ ഇനി എന്ത് രോഗമാണ് വരിക എന്ന് അത് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ തന്നെ അതിനുള്ള പ്രതിരോധ ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക വിസ്ഫോടനം നടന്ന നാടാണ് വാഷിംഗ്ടൺ ഒക്കെ. പക്ഷെ അവിടെയൊന്നും ആൾക്കാർ പോകുന്നില്ല. ആൾക്കാർ കടന്നു പോകുന്നത് ഇല്ല മക്ക, ഇല്ല മദീന. എന്തുകൊണ്ടാ? അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് ശാന്തിയുള്ളത്. നമ്മൾ ചിന്തിക്കായിട്ടാ ഇറാഖിന്റെ, ഇറാന്റെ, അഫ്ഗാനിസ്ഥാന്റെ, ബഗ്ദാദിന്റെ തെരുവോരങ്ങൾ ബോംബ് പൊട്ടിയ ഒരു കൈയുമായിട്ട്, ബോംബ് പൊട്ടിയിട്ട് ഒരു കൈ നഷ്ടപ്പെട്ട് ഒരു കൈയേ ഉള്ളൂ, ആ കൈയുമായിട്ട് കടന്നു വരിക ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബോംബ് പൊട്ടിയിട്ട് ഒരു കാല് തകർന്നിട്ടുണ്ട്, മറ്റൊരു കാലിൽ എഴഞ്ഞുകൊണ്ട് മുട്ടിൻകാലിൽ എഴഞ്ഞിട്ടും വരികയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ബെഡ് കടന്നിട്ട്, വാട്ടർ ബെഡ് കടന്നിട്ട് ഒന്ന് മരണം ഒന്ന് എന്നെ പുൽകിയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാമ നിങ്ങൾക്ക് ഇനി എന്താ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മാമക്കും പറയാനുള്ളത് എനിക്ക് മദീനയിലേക്കൊന്ന് പോവണം, റൗളയൊന്ന് കാണണം. അല്ലേ? ആ രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് ആ ചിന്ത ഇങ്ങനെ, ആ ഹുബിങ് മനസ്സിലേക്ക് കൂടുതലെങ്കിൽ വരുന്നില്ല? നമ്മളെ സദസ്സിലൊക്കെ എന്താ കുറച്ച് മുത്താലിമിങ്ങൾ, കുറച്ച് പ്രായമുള്ള ആൾക്കാർ മാത്രമല്ലാതെ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ? അതുകൊണ്ട് നമ്മൾ പുണ്യ റസൂലിന്റെ തിരുസബദത്തിലേക്ക് കടന്നു വരണം. എന്റെ സഹോദരിമാര് പ്രത്യേകം ജീവിക്കാൻ ഫ്രീഡം നൽകിയത്, ജീവിക്കാൻ ഫ്രീഡം നൽകിയത് എന്റെ സഹോദരിമാർക്ക് അത് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കുന്നുണ്ടോ ഒരു ദഹിയത്തുൽ ഖൽബിനെ? എന്റെ ഉമ്മ പെങ്ങന്മാര് സദസ്സ് വിട്ടു പോകുമ്പോ ഓർക്കണേ ഒരു ദഹിയത്തുൽ ഖൽബിനെ കുറിച്ച്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസബദത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് മാപ്പുണ്ടോ നബിയേ, എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ ഹളറത്തിലേക്ക് കടന്നു വരുന്നത് ദഹിയത്തുൽ ഖൽബ് എന്ന സഹാബി വര്യനാണ്. ഒരു വ്യക്തിത്വം കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് റസൂലേ, എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ദഹിയത്തെ അങ്ങെന്താ ചെയ്തത്? അങ്ങ് ഇത്രമാത്രം വിഷമിക്കാൻ, ഇത്രമാത്രം വേവലാതിപ്പെടാൻ അങ്ങെന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ദഹിയത്തുൽ ഖൽബ് എന്ന വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ചെയ്തു പോയി നബിയേ, ചെയ്തു പോയി. അത് ഞാൻ മുഴുവനും പുണ്യ റസൂലിന്റെ ഹളറത്തിൽ സമർപ്പിക്കാൻ കടന്നു വന്നതാണ് നബിയെ, പറയട്ടെയോ എന്ന് ചോദിച്ചപ്പോ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഹിയത്തെ പറഞ്ഞാലും ദഹിയത്തെ. ഇവിടെ എല്ലാത്തിനും പരിഹാര, എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് വിവാഹം ചെയ്തു, ഒരുപാട് സന്താനലബ്ധിയുണ്ടായി, അതിലൊക്കെ ഞാൻ സന്തോഷം കൊണ്ട്, പക്ഷേ പിറന്നു വീണ കുഞ്ഞ് പെണ്ണാണെന്നതിന്റെ പേരിൽ കുഴിച്ചു മൂടി ആനന്ദം കണ്ടെത്തി. എന്റെ ഭാര്യ പ്രസവിച്ചിട്ട്, എന്റെ ഭാര്യ പ്രസവിച്ചത് പെണ്ണായതിന്റെ പേരിൽ മുഴുവനും കുഴിച്ചു മൂടി. പക്ഷെ ഒരു ദിവസം കച്ചവട ആവശ്യാർത്ഥ ഞാൻ പരിപോരങ്ങളിലൂടെ കടന്നു പോകുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂലെ തിരിച്ചു വന്നപ്പോ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടിയെവിടെ എന്ന് ചോദിച്ചപ്പോ എന്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ കുട്ടി പെണ്ണായതിന്റെ പേരിൽ കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞപ്പോ എന്റെ ഉത്തരവാദിത്വവും കൂടെ നിറവേറ്റിമറന്ന ആവേശപൂർവ്വം ആ പെണ്ണെ ഞാൻ മാറിപ്പുണർന്നു നബിയെ. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വാർദ്ധക്യ സഹജമായ അസുഖം കാരണം എനിക്ക് ജീവിതത്തിന്റെ നൂലാമാലകളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു, പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നില്ല, ഒരു സഹായത്തിന് ഒരാളെ വേണം, സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോ നബിയെ, ഞാൻ ചരിത്രം നീട്ടിക്കൊണ്ടുപോവല്ല നബിയെ,
ഞാൻ അവളോട് ചോദിച്ചു ആരെ കിട്ടും? ആ പെണ്ണ് തന്നെ പറഞ്ഞു, ഇന്നാലിന്നൊരു കുട്ടിയുണ്ട്. കുട്ടിയുണ്ടെന്ന് പറഞ്ഞു കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ എന്റെ ഭാര്യയെ ഉമ്മ എന്ന് വിളിച്ച് എന്നെ ഉപ്പ എന്ന് വിളിച്ച് സ്നേഹത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പൂമ്പാറ്റിയെ പോലെ പാറിപ്പറന്നുല്ലസിക്കുന്ന കുട്ടി. ആ കുട്ടി അങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോ ഒരു ദിവസം ആ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഉപ്പ എന്ന് വിളിക്കുന്ന എന്നെ ഉമ്മ എന്ന് വിളിക്കുന്ന നമ്മളെ വീട്ടിലെ കുസുമം അത് മറ്റാരുമല്ല, അന്ന് കുയിച്ചുമൂടി എന്ന് പറഞ്ഞ കുട്ടിയാ. ഇത് കേൾക്കേണ്ടുന്ന താമസം യാ റസൂലല്ലാഹ് വിഷമിച്ചുപോയി, പ്രയാസപ്പെട്ടുപോയി. നബിയേ, വല്ലാത്ത ദുഃഖം തോന്നി, വല്ലാത്ത പ്രയാസം തോന്നി. ഞാൻ ഒന്നുകൂടെ സ്നേഹിച്ചിരുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് എനിക്ക് പൊളിച്ചെന്ന് പറയാനാ തോന്നിയത് അവളുടെ മുന്നിൽ പ്രകടിപ്പിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോ ചന്ത കാണാനെന്ന വ്യാജേന എന്റെ വീട്ടിൽ എന്നെ പാപ്പ എന്ന് വിളിക്കുന്ന, എന്റെ സഹധർമ്മിണിയെ ഉമ്മ എന്ന് വിളിക്കുന്ന പിഞ്ചുകുട്ടിയെ പുത്തൻ ഡ്രസ് കീടിപ്പിച്ചുകൊണ്ട് ചന്ത കാണാനെന്ന വ്യാജേനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മുമ്പ് ഞാൻ പ്ലേൻ ചെയ്ത് വെച്ച പോലെ ഒരു കുഴി കുഴിച്ചു വെച്ചിരുന്നു നബിയെ. ചാരത്തൊരു പാറക്കല്ലും സമീപത്ത് വെച്ചിരുന്നു നബിയെ. ആ കുട്ടിയെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ പോയപ്പോ ആ കല്ലും ആ കുഴിയുടെയും സമീപത്തെത്തിയപ്പോ എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞു നബിയെ, ഈ കുഴിയിലിറങ്ങിയിട്ട് മോളെ ഈ തപ്പന തയ്യെന്ന് നടൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുട്ടിയുടെ കയ്യിലേക്ക് ഈ തപ്പനയുടെ തൈ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് കുനിഞ്ഞു നിന്നിട്ട് ആ കുട്ടി ഈ തപ്പന തൈ നടാൻ ഭാവിച്ചപ്പോ കുഴിക്ക് ആയം പോരെന്ന് മനസ്സിലാക്കിയപ്പോ ചാരത്തിപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് കുഴി വീണ്ടും ഞാൻ ചമ്മട്ടി എടുത്തുകൊണ്ട് കുഴിച്ച് മാറ്റി നബിയെ. കുഴിക്ക് ആയം പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുഴിക്കുന്ന സമയത്ത് കുഴിയെടുക്കുമ്പോ ആ കുഴിയിൽ നിന്ന് മൺതരി എന്റെ ശരീരത്തിലേക്ക്, എന്റെ കവിൾത്തടത്തിലേക്ക് പതിച്ചപ്പോ എന്റെ കുട്ടി, ആ പിഞ്ചോമന കുട്ടി എന്റെ ശരീരത്തില് മണ്ണ് തന്റെ കുട്ടി കൈകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, ബാപ്പ അങ്ങയുടെ കവിളിൽ മണ്ണ് വീണിരിക്കുന്നു ബാപ്പ എന്ന് പറഞ്ഞിട്ട് ആ പിഞ്ചുകുട്ടി എന്റെ കവിളിൽ വീണ മൺതരി മാറ്റിയപ്പോഴും യാ റസൂലല്ലാഹ്, എനിക്കൊരു വ്യതിയാനമുണ്ടായില്ല യാ റസൂലല്ലാഹ്, എനിക്കൊരു വ്യത്യാസമുണ്ടായില്ല യാ ഹബീബല്ലാഹ്. നമ്മൾ ചോദിച്ചു നോക്ക്, എന്തൊരു പാറക്കല്ല് പോലത്തെ മനുഷ്യഹൃദയം. അള്ളാന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ച് ചരിത്രം ഇങ്ങനെ കേൾക്കുക. ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു പറയാ, നബിയേ കുഴിയങ്ങ് ആയം മദീന മനസ്സിലാക്കിയപ്പോ ആ കുട്ടിയുടെ കയ്യിൽ വീണ്ടും ഈ തപ്പനത്തെ ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് ആ കുഴിയിലിറങ്ങി നിന്നിട്ട് കുട്ടി കുനിഞ്ഞു നിന്നിട്ട് ആ കുഴിയിലേക്ക് ഈ തപ്പനത്തെ അങ്ങോട്ട് നടുമ്പോ മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ച പാറക്കല്ലൊന്ന് ഉയർത്തിയിട്ട് ഞാനൊന്ന് താഴേക്കൊന്ന് കിട്ടപ്പോ യാ റസൂലല്ലാഹ്, സ്വസ്ഥമായിട്ടൊന്ന് പിടഞ്ഞു മരിക്കാൻ പോലും ഫ്രീഡം നൽകാൻ ആ കുട്ടി ഈ ലോകത്തോട് ഇവിടെ പറയുന്ന സമയത്തും ക്രൂരനായ മനുഷ്യ, ചമ്മാടിയായ മനുഷ്യ, ഇതെന്തിനു ചെയ്തു എന്ന് ആ കുട്ടി ചോദിച്ചില്ല നബിയെ. ആ കുട്ടി എന്നോട് ചോദിച്ചത്, ബാപ്പാ എന്തിനു വേണ്ടിയാ ഇത് ചെയ്തത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ബാപ്പാ? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഈ ക്രൂരകൃത്യം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് ബാപ്പാ അമ്മയോട് ഞാൻ ചെയ്തത് ബാപ്പ? ആ പിഞ്ചുകുട്ടിക്ക് സ്വസ്ഥമായിട്ടൊന്ന് പിടയാൻ പോലും ഭാഗ്യം കൊടുക്കാതെ, അവസരം കൊടുക്കാതെ പിടയുന്ന ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ചെമ്മട്ടിയെടുത്തുകൊണ്ട് ഞാൻ മൺതരി തട്ടി അങ്ങോട്ടിട്ടപ്പോ വായിലും മൂക്കിലും മൺതരി വീണിട്ട് സ്വസ്ഥമായിട്ടൊന്ന് പിടയാൻ പോലും പീഡമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. ഇന്ന് ഞാൻ ഇസ്ലാമിന്റെ ശാന്തസുന്ദരമായ തീരത്തേക്ക് കടന്നു വന്നപ്പോ ആ പിഞ്ചുകുട്ടിയുടെ കണ്ണുനീർ പൊഴിക്കുന്ന ആ കൺതടം എന്റെ കണ്ണിലേക്ക് കാണുന്ന നബിയെ. എന്റെ കർണപുടങ്ങളിൽ പാപ്പ എന്ന സ്നേഹത്തോട് വിളിക്കുന്ന ആട്ടിയുടെ സ്നേഹത്തിന്റെ വാക്കുകൾ എന്റെ കർണപുടത്തായി ഒലികൊള്ളിക്കുന്ന നബിയെ. എനിക്ക് മാപ്പുണ്ടോ യാ റസൂലല്ലാഹ്? എനിക്ക് പൊറുക്കുമോ ഹബീബേ എന്ന് ചോദിച്ചപ്പോ സഹാബി വല്യന്മാരുടെ ഇടയിൽ കടന്നുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ിട്ട് ലോകത്തിന്റെ മുന്നിൽ ഉച്ചേശ്വരം പ്രഖ്യാപിച്ചു. അല്ലാഹുവിന്റെ റസൂല്, ജീവിക്കാൻ പെണ്ണിന് ഫ്രീഡമുണ്ട്, ദുനിയാവിലുള്ളത് മുഴുവനും ചരക്കാണ്, എന്നാൽ ലോകത്തുള്ള മുഴുവനും ചരക്കാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചരക്കുണ്ടെങ്കിൽ, ഞാൻ അംഗീകരിക്കുന്ന ഒരു ചരക്കുണ്ടെങ്കിൽ സാലിഹായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒഴിച്ചുമൂടേണ്ട പെണ്ണിന് ജീവിക്കാൻ ഫ്രീഡം നൽകിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയുടെ പേരിൽ സലാത്ത് മജ്ലിസ് ഒരുമിച്ച് കൂടുമ്പോ സലാത്ത് ചെല്ലാൻ വേണ്ടി മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ സഹോദരിമാർക്ക് സമയമില്ല. ഷാനിയുടെ പരസ്പരത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടി പോവാ നമ്മളെ സഹോദരിമാർ. എത്രയോ ആൾക്കാർ പരസ്പരത്തിലായി ഇപ്പൊ ഉള്ളത്. മാരിബിന്റെ സമയം ഇതൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പരിപാടിക്ക് വരും. 9 ശേഷമാണെങ്കിൽ ഓക്കെ നോക്കണം. മാരിബ് മുതൽ 9 മണി വരെ ഒരു രക്ഷയില്ല അല്ലേ? പരസ്പരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ശാലിനിന്റെ പിന്നാമ്പറങ്ങൾ തേടിയലിയ, അതിന്റെ മുന്നിൽ കുത്തിർന്നിട്ട് കണ്ണുനീർ പൊഴിക്കുക. പരസ്പരം കാണുന്ന സഹോദരിമാരെ ഓർക്കണേ, വഖാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പരിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്തിൽ ഒരു വാക്യമുണ്ട്, എന്റെ പെങ്ങളെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, വഖാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഇത് ഓതിയിട്ടുണ്ട്, ഒരുപാട് തവണ ഓതിയിട്ടുണ്ട്. ഒരു പക്ഷെ ഇന്ന് ഈ ഹദറത്തിലേക്ക്, ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോഴും നാവിലൂടെ ചുണ്ടിലൂടെ വഖാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ഓതിയവരായിരിക്കും. എന്നാൽ പെങ്ങളെ, പരസ്പരം കാണാൻ വേണ്ടിയിട്ട് പരസ്പരം അടുത്ത് തോളോട് തോളുരുമ്പി അടുത്തടുത്തിരുന്നിട്ട് ഒരു കസേരയിൽ അടുത്തടുത്തിരുന്ന് പരസ്പരന്റെ പെങ്ങളെ ഓർത്തു നോക്കണേ. അല്ലാഹുവിന്റെ താക്കീത് ഇന്നൊരു വിരിപ്പിൽ, ഒരു പുതപ്പിൽ, ഒരു തലയണിയിൽ അന്തിയുറങ്ങിയവർ ഇന്ന് തോളോട് തോളുരുമ്പി നിന്ന് നമസ്കരിക്കാതെ പരസ്പരം കണ്ടിരുന്നവർ, ശാലിനിയുടെ കഥകൾ കേട്ട് കണ്ണുനീർ പൊഴിക്കുന്നവർ, അവരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ താക്കീത്, വഖാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഇവിടെ നിങ്ങൾക്കൊരു പക്ഷെ അടുത്തടുത്തിരുന്നേക്കാം, ഇവിടെ ഒരുപക്ഷെ ഒരു വിരിപ്പിലായിരിക്കാം, ഒരു പുതപ്പിലായിരിക്കാം, ഒരു തലയണിയിലായിരിക്കാം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഇവിടെ പരസ്പരം ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ. ദുനിയാവിലെ അടുത്തടുത്തിരുന്നവരല്ലേ, പക്ഷേ ഇവിടെ ഓർക്കണേ, ഇവിടെ ഒരു വിഭാഗം സ്വർഗത്തിലാണ്, ഒരു വിഭാഗം നരകത്തിലാണ്. ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോഴല്ലേ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് ബോധരഹിതനായ അങ്ങോട്ട് വീണുപോയി. ബോധം തെളിഞ്ഞപ്പം മഹാനവറുകളോട് ചോദിച്ചു, എന്തേ അബ്ദുറഹ്മാൻ, വഖാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്യം കേട്ടപ്പോ അന്ന് ബോധരഹിതനായി വീണതെന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ആയത്ത് ഉൾക്കൊള്ളാൻ എന്റെ ചിന്താമണ്ഡലം വികസിച്ചിട്ടില്ല സഹാബ. ഇവിടെ ഒന്നിച്ച് കഴിഞ്ഞു വരുന്നവരാണെങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറാവൻ സഭയിൽ വെച്ച് പറയുമത്രേ, ഇവിടെ ദുനിയാവിൽ ഒന്നിച്ച് കഴിഞ്ഞതൊന്നും മാനദണ്ഡമല്ല. ഇവിടെ മാറി നിൽക്കണം ഒരു വിഭാഗം മാറി നിൽക്കണം എന്ന് പറയുമ്പോ ഞാൻ ഏത് വിഭാഗത്തിലാണ് എന്റെ ചിന്താമണ്ഡലത്തിൽ ചിന്തിക്കുമ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നമുക്ക് തസ്ബീഹ് ചെല്ലാൻ സമയമില്ല, തഹ്ലീൽ ചെല്ലാൻ സമയമില്ല, ദിക്ർ ചെല്ലാൻ, സലാത്ത് ചെല്ലാൻ, സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ സമയമില്ല. എന്റെ ഉമ്മപ്പെങ്ങന്മാർ, എന്റെ സഹോദരന്മാരെ, നമ്മളെ മുഖത്തെ ഫെയറല്ലൗലി ഇനി പിടിക്കൂല എന്ന് തോന്നുമ്പോ, ഈ കറുത്ത മുടിയൊക്കെ ഇങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ കാണുമ്പോ, പിന്നെ കുനിയുമ്പോ നീരുമ്പോ ഒക്കെ സുബ്ഹാനല്ലാഹ്, ഈ അള്ളയാണോ വേണ്ടത്? എപ്പോഴാ അള്ളാനെ വിളിക്കട്ടെ? യുവത്വത്തിൽ വിളിക്കട്ടെ അള്ളാഹുവിനെ. കാൽമുട്ട് വേദനയും കൈകാൽ കടച്ചിലും മരപ്പിപ്പും മുളുക്കും ചതവൊക്കെ വരുമ്പോ അള്ളാനെ വിളിക്കണ്ടേ? യുവത്വത്തിൽ വിളിക്കണം അള്ളാനെ. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മളെ നാവ് ദിക്റിൽ അള്ളാ എന്നുള്ള ബോധം വേണം. നിങ്ങൾ അറിയുമോ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം വന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണം വന്നു. ശരീരത്തിലൊക്കെ അങ്ങനെ പുഴുവങ്ങനെ കയറി നിരങ്ങാൻ തുടങ്ങി, അരിക്കാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്തൊന്നും അല്ലാഹുവിനോട് വേവലാതി പറഞ്ഞില്ല പെങ്ങളെ. ആ സമയത്തൊന്നും അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദർബാറിൽ കൈയുയർത്തിയിട്ട് പറഞ്ഞില്ല,
എന്നെ നീ വല്ലാതെ പരീക്ഷിച്ചു കളഞ്ഞെന്ന് പറഞ്ഞില്ല. പ്രവാചകനായിരുന്നിട്ട് പോലും അയ്യൂബ് നബിയെ പരീക്ഷിച്ചപ്പോ കുടുംബക്കാരും ബന്ധുമിത്രാദികളും ഒരു സമയം ഒരു വേള സ്വന്തം ഭാര്യ പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മാറിയെങ്കിൽ പെങ്ങളെ ദിക്ർ ചൊല്ലുന്ന നാവിൽ, ദിക്റിൽ നിന്ന നാവിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്മരിക്കുന്ന നാവിലെ പുഴ വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈയുയർത്തിയിട്ട് പറഞ്ഞു പോയി, അന്നീ മസ്സനി ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അപ്പോഴാ അയ്യൂബ് നബി പറഞ്ഞതെന്ത്? അന്നീ മസ്സനി ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോഴാ കണ്ണുനീർ പോയിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് ചെറിയൊരു പ്രയാസം നേരിട്ടിട്ടുണ്ട്. എന്താ പ്രയാസം? ദിക്ർ ചൊല്ലുന്ന നാവ്, സലാത്ത് ചൊല്ലുന്ന നാവ്, ഖൽബ്, അത് നീ ഒഴിവാക്കി തരണം. ശരീരത്തിന് മുഴുവനും പുഴുക്കളരിച്ചപ്പോ അയ്യൂബ് നബി പരാതിയും പരിഭവവും പറഞ്ഞില്ല. ദിക്ർ ചൊല്ലുന്ന നാവിലേക്ക് പുഴ വന്നപ്പോ പറഞ്ഞു, അന്നീ മസ്സനിൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എനിക്ക് ചെറിയ പ്രയാസം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ദിക്ർ ചൊല്ലുന്ന നാവിനെ എനിക്ക് നീ ഒഴിവാക്കി തരണോ, ആ പ്രയാസത്തിൽ നിന്ന് എന്നെ നീ മാറ്റിത്തരണം. നമ്മൾ ചിന്തിച്ചോക്ക്, അവര് കടന്നു പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്കും പോവേണ്ടത്. അവര് കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാ പോവാ? സീരിയലിന്റെ മുന്നിലിരിക്കുന്ന നമ്മൾ എങ്ങനെയാ സ്വർഗത്തിലേക്ക് പോവാ? ഓർക്കുന്നുണ്ടോ എന്റെ പെങ്ങളെ? ഒരു നഫീസത്തുൽ മിസ്രിയെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഇന്നത്തെ യുവത അറിയില്ല. നഫീസത്തുൽ മിസ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ ചോദിക്കും, അങ്ങനെ നടിയുണ്ടോ പുതിയ? അതായത് സീരിയൽ അവിടുത്തെ നഫീസത്തുൽ മിസ്രി, കാവ്യ മാധവൻ, ഭാവന, ശോഭന, മഞ്ജു വാര്യർ, ഇവരെല്ലാം നമ്മൾ അറിയൂ. സീരിയലിലുള്ള ഒരുവിധ അമ്മമാരെയും പെങ്ങന്മാരെല്ലാം അറിയൂ. നഫീസത്തുൽ മിസ്രി പുതിയ വന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും ഫസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? ഇത് മുമ്പ് കഴിഞ്ഞു പോയി. ഇവരാണ് നിന്റെ മാതൃക, ഇവരാണ് നിന്റെ വനിത. ഇവര് കടന്നു പോകുന്ന സ്വർഗത്തിലേക്കാ നിനക്ക് മെരിക്കും കടന്നു പോവേണ്ടത്. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായെ ഈ 21ാം നൂറ്റാണ്ടിലും സ്വർണ്ണലിപികളിൽ ഉല്ലേഖനം ചെയ്തുകൊണ്ട് ഈ മഹനീയ സദസ്സിലും ഓർക്കുന്നത് എന്താണെന്നറിയുമോ പെങ്ങളെ? സ്വന്തം കബറിടം കുഴിച്ചിട്ട് ആ കബറിൽ ഇറങ്ങി നിന്ന് 6000 ഖത്മ് തീർത്ത് പെങ്ങളെ, 6000 ഖത്മ് തീർത്ത് സ്വന്തം കബർ കുഴിച്ചതിൽ ഇറങ്ങി നിന്ന് എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുക, ഇവർ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം. ഇവരെങ്ങനെയാ ഉറങ്ങുന്നതെന്ന് ചോദിച്ചത്. നമുക്ക് ഉറങ്ങാത്ത കാണുമ്പല്ലേ അത്ഭുതം, അല്ലേ? ഉറങ്ങുന്ന കാണുമ്പല്ല അത്ഭുതം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 6000 ഖത്മ് തീർത്തത്രേ. നമ്മളോ എത്ര ഹത്ത നമ്മൾ തീർത്തേ? നമുക്ക് പോലും കടന്നു പോകുന്ന സ്വർഗത്തിലല്ലേ പോണ്ടേ? അല്ലേ നമുക്ക് വേറെ സ്വർഗത്തിലേക്ക് വേറെ സ്വർഗാണോ? നമ്മൾ എന്താ ചെയ്തേ? എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാന്റെ അടുക്കലേക്ക് പോവാ? എന്തുകൊണ്ട് പോവും? ശരിക്കും ചിന്തിക്കുക. അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച് മുന്നോട്ട് നീങ്ങലേ രക്ഷയുള്ളൂ. ഇനിയിപ്പോ എപ്പെങ്കിലും മാസത്തിലൊന്ന് ഈ സലാത്തിന്റെ മജ്‌ലിസിൽ കടന്നു വന്നുകൊണ്ട് ഇത് ഭയങ്കര സംഭവം വിചാരിക്കണ്ട. അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച വലിയ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിലൊക്കെ നമ്മള് പുൽക്കൊടിയുടെ തരുമ്പിന്റെ തുമ്പിന്റെ അറ്റത്തിന്റെ പൊടിയുടെ പൊട്ട നമ്മള്. നിങ്ങൾ കേട്ടിരുന്നോ മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിലൊന്ന് കൺകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പക്ഷേ അള്ളാന്റെ റസൂൽ സ്ഥലത്തില്ലായിരുന്നു. തിരിച്ചു പോവേണ്ടി വന്നു. വയോവൃദ്ധയായ മാതാവിനെ ശുശ്രൂഷിക്കേണ്ടത് കാരണം തിരിച്ചുപോയ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മേനി വേദനിച്ചെന്ന് കേട്ടപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പല്ല് കൊഴിഞ്ഞെന്ന് കേട്ടപ്പോഴേക്ക് ഉബൈസിന് വേദനിച്ചു പോയി. ഉബൈസുൽ ഖർനി ഒരു പല്ലെടുത്ത് ഒരു കല്ലെടുത്ത് ഒരു പല്ലങ്ങോട്ട് കുത്തി കഴിച്ചു. ഒരു കല്ലങ്ങോട്ട് ഒരു പല്ല് കുത്തി കഴിച്ച് മാറ്റിയപ്പോഴാണ് ഉബൈസുൽ ഖർനി ചിന്തിച്ചത്, റസൂലിന്റെ ഏത് പല്ലായിരിക്കും കൊഴിഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോയി എന്ന് കേട്ടപ്പോ ഉബൈസുൽ ഖർനി ഒരു പല്ല് കൊഴിച്ചു. കൊഴിച്ചതിന് ശേഷം ചിന്തിച്ച് ഏത് പല്ലാ പോയത്? അള്ളാന്റെ റസൂലിന്റെ അണപ്പല്ലോ, ഉളിപ്പല്ലോ, കോമ്പല്ലോ, മുമ്പല്ലോ, ഏത് പല്ലാ പോയത്? അതിങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷനായപ്പോ ഉബൈസുൽ ഖർനി മുഴുവൻ പല്ലങ്ങോട്ട് എടുത്തു കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സ്നേഹം. അതുകൊണ്ട് എല്ലാവരും കൂടെ പല്ല് കഴിക്കണം എന്നല്ല പറഞ്ഞത്. ആ ഒരു സ്നേഹത്തിന്റെ മുന്നിലേക്ക് നമ്മളെ സ്നേഹം എന്താ? നമ്മളെ പേര് കേൾക്കുമ്പോൾ സലാത്തെങ്കിലും ഉച്ചത്ത് ചെല്ലാൻ നമ്മൾ നാവിട്ട് പൊന്തുന്നില്ല. വീടിയ നമുക്ക് അല്ലേ റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യണമെങ്കിൽ വീടിയ ചെയ്യുക. നമ്മൾ ചിന്തിച്ചു നോക്ക്.
എന്നാലോ ദുന്യാവിലെ അല്പസ്വല്പം ഒരു 2-3 കൊല്ലത്തെ ഇലക്ഷൻ നിൽക്കുന്ന നേതാക്കന്മാരെ പേരെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ പവറിൽ എന്താലേ സുന്ദാവ വിളിക്കാനൊക്കെ ഓലല്ലോ. പരിശുദ്ധ ഖുർആൻ പറയാ ല്ലേ, ഉമ്മ ഉപ്പാനെ വേണ്ട, ഉപ്പാക്ക് ഉമ്മാനെ വേണ്ട, സഹോദരന് സഹോദരൻ വേണ്ട, ആർക്കും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വേണ്ടാതെ നെട്ടോട്ടം ഓടുന്ന ഒരവസ്ഥയിൽ രക്ഷപ്പെടുത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല, ആ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ സമയമില്ല. ആ റസൂലുള്ള വഫാത്തായി. നമ്മളെന്തെങ്കിലും ബാക്കിയാവും ഇങ്ങനെ ഫെയർലൗലിയും പ്രിയങ്കയും കാവേരിയൊക്കെ കിട്ടുന്ന പുതിയ പുതിയ ക്രീമെല്ലാം വാരി പുരട്ടി മുഖത്തിങ്ങനെ ചുളിവേരാതെ ഇങ്ങനെ വെക്കും. ഈ ശരീരം അല്ലേ, ശുജാഉൽ അക്രം എന്ന പാമ്പിനൊരു കൊത്തിന് വകയുണ്ടാവില്ല എന്നുള്ള ഓർമ്മ വരിക. ഈ ഉല്ലാസമൊക്കെ നിൽക്കും. ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ട ശരീരമാ. ഇന്ന് ചെറിയൊരു പൊടി മൂക്കിലായ തുമ്മും. പക്ഷെ ഒരു ദിവസമുണ്ട് മൂക്കില് തിരിയുടെ നമ്മൾ സാധാരണ ആദ്യത്തലം വിളക്കിന് തിരിയിടുന്ന പോലെ ഇത്ര ഇങ്ങനെ പഞ്ഞനെ ചുരുട്ടി മൂക്കിലേക്ക് കയറ്റിയിട്ടല്ല തുമ്മാത്ത ഒരു ദിവസമുണ്ട്. നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു ദിവസം. ആ ഒരു ദിവസത്തിനെ കുറിച്ച് ഓർക്കണം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായില്ലേ. ലകാനതി ദുനിയ തസൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ എന്റെ സഹോദരന്മാരെ. ലോകത്താരെങ്കിലും ബാക്കിയാവുമായിരുന്നുവെങ്കിൽ ലോകത്ത് ബാക്കിയാവണമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ട് ഇവിടുന്ന് മാഞ്ഞുപോയില്ലേ, ഇവിടുന്ന് മറഞ്ഞുപോയില്ലേ. അതുകൊണ്ട് ഓരോരുത്തരും തിരിച്ചു പോവേണ്ടവരാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവേണ്ടവരാണെന്നുള്ള ബോധമുണ്ടാവണേ പെങ്ങളെ. ഇനി ചെയ്യാനുള്ളത് ഒന്നേ ഒന്ന്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക എന്ന 100 ഷഹീദിന്റെ പ്രതിഫല. 100 ഷഹീദിന്റെ പ്രതിഫലം നമ്മൾ അറിയൂലേ. സുമയ്യ ബീബിയെ നമ്മൾ ചെയ്യേണ്ട ഇനി അതല്ലോ, ആ റസൂലിന്റെ ജീവിതം ഒന്ന് ചരിയൊന്ന് പിൻപറ്റിയാൽ മതി, രക്ഷപ്പെട്ടു. 100 ഷഹീദിന്റെ പ്രതിഫലം നമ്മൾ അറിയൂലേ. സുമയ്യ ബീബിയെ ആരാ? സുമയ്യ റളിയല്ലാഹു അൻഹാ അല്ലേ, മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ മന്ത്രത്തിന് ഉരുവിട്ടതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണദാരുണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് ചുട്ടുപൊഴുത്ത കമ്പി അടിച്ച് കയറ്റിയപ്പോഴും അല്ലാഹു അഹദ് എന്ന ലോകത്തിന്റെ മുന്നിൽ ഉച്ചേശനം പ്രഖ്യാപിച്ച സുമയ്യക്ക് കിട്ടുന്നത് ഒരു ഷഹീദിന്റെ പ്രതിഫലം. ഉഹദിന്റെ രണാങ്കണത്തില് സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ സഹാബാ കിറാമിനെ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ഓ സഹാബാ, എല്ലാവരും അശറയിൽ കടന്നു വരുമ്പോ ഈ ഹംസയും കടന്നു വരും. അവിടെ എല്ലാരും അശറയിലേക്ക് കടന്നു വരുമ്പോ ഈ ഹംസയും കടന്നു വരും. പക്ഷേ ഈ ഹംസക്ക് വേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, എന്തേ ഹംസ, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ല ഹംസ, ആഫിയത്ത് തന്നില്ല ഹംസ, ശരീരത്തിനൊരു ഭംഗവും അംഗവൈകല്യവും വരുത്തിയില്ലല്ലോ ഹംസ, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ വെച്ചിട്ട് ഈ ഹംസക്ക് പറയണം, അല്ലാഹുവേ, നീ തന്ന സുന്ദരമായ ശരീരത്തിന്റെ ഭാഗങ്ങള് ഓരോന്നോരോന്നും നിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു അല്ലാ, കൈകാലുകൾ നിന്റെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു അല്ലാ എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ആ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പോലും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചപ്പോ ആ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം നിശ്ചലമായിട്ട് അങ്ങോട്ട് കിടക്കുന്ന കണ്ടപ്പോ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീർ പൊഴിഞ്ഞുപോയി, കണ്ണുകളിൽ നിന്ന് രക്തത്തിന്റെ ധമനികൾ ചുറ്റു വീണുപോയി. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടിട്ട് ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇസ്ബിർ യാ റസൂലല്ലാഹ്, ഇസ്ബിർ യാ ഹബീബല്ലാഹ്, നബിയെ ക്ഷമിച്ചാലും നബിയെ, ക്ഷമിക്കണം നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ക്ഷമ കിട്ടുന്നില്ല, വല്ലാത്തൊരവസ്ഥയാ, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ബിഹംസത്തിൽ ഖറാറിയം ബിൽ മുസ്തഫ ഹസബിൽ ഇലാഹ
സയ്യിദ ശുഹദാഇ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിങ്ങനെ ഉറ്റിയിട്ട് വീണപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മാലാഖ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങ് വ്യസനിക്കരുത്, അങ്ങ് പ്രയാസപ്പെടുത്തരുത്, അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല നബിയേ. ഈ ഹംസക്ക് ശുഹദാക്കളുടെ നേതാവിന്റെ പദവി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കും യാ റസൂലല്ലാഹ്. ആ ഹംസത്തുൽ കറാറിന് കിട്ടുന്നത് ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കിട്ടുന്നത് ഒരു ഷഹീദിന്റെ പ്രതിഫലം. പക്ഷേ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, ലോകത്തിന്റെ നായകൻ കാണിച്ചു തന്ന ജീവിതം ഒന്ന് പുൽകിയാൽ നിനക്ക് 100 ഷഹീദിന്റെ പ്രതിഫലം നൽകാമെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുനിയാവിന് ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞ് നിൽക്കേണ്ട പെങ്ങളെ, എന്റെ സഹോദരന്മാരെ, ദുനിയാവുമായിട്ട് മല്ലുപിടിക്കണ്ട. ഈ ദുനിയാ അക്കല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതാണ്. അതിനെ തേടിപ്പോവുന്നവരെന്ന് പറഞ്ഞാൽ നിസാരന്മാരിൽ നിന്ന് നിസാരന്മാരെ തേടിപ്പോവൂ. ദുനിയാവിനെ തേടിപ്പോവുന്നവർ നിസാരന്മാരാണ്. ബുദ്ധിജീവികളെ ആരും തന്നെ ദുനിയാവിനെ തേടിപ്പോവില്ല പെങ്ങളെ. ദുനിയാവ് എന്ന് പറഞ്ഞ് മല്ലടിക്കുന്ന സഹോദരി, എന്തൊക്കെയാ സഹോദര നമ്മൾ സമ്പാദിച്ചത്? എന്നാൽ മുൻകഴിഞ്ഞു പോയ ഒരു ഉമൈറിനെ കുറിച്ച് കേട്ടിരുന്നോ? ഹിജാസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രദേശത്തിന്റെ ഗവർണറാ ഉമൈർ. ആ ഉമൈർ റളിയല്ലാഹു അൻഹു സമ്പാദിച്ച കേൾക്കണോ? എന്തേ സമ്പാദിച്ചതെന്ന് അറിയണോ എന്റെ സഹോദരന്മാരെ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായിരുന്ന സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈർ തങ്ങളോട് പറഞ്ഞു, ഉമൈറേ, അങ്ങ് ഹിജാസിന്റെ ഗവർണർ പദവി അലങ്കരിച്ചപ്പോ അങ്ങ് സമ്പാദിച്ചത് മുഴുവനും അങ്ങ് സ്വന്തത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചത് മുഴുവനും നീ ഇവിടെ സമർപ്പിക്കണേ പറഞ്ഞപ്പോ അതാ കടന്നു വരുന്നു സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ 2ാമത്തെ പ്രസിഡന്റ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരു തോളൻ സഞ്ചിയുണ്ട്, അവിടെയും ഇവിടെയും കീറിപ്പറിച്ചവരുമായിട്ട് ഒരു ഊന്നവടിയിൽ കയറിക്കൊണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരുന്നു ഉമൈർ തങ്ങള്. സലാത്ത് ചൊല്ലിയിട്ട് ഉമൈർ തങ്ങള് പറഞ്ഞു, ഞാൻ ഉമൈർ ഹിജാസിന്റെ ഗവർണർ പദവിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞയച്ച ഉമൈറാണ് ഞാനെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഉമർ തങ്ങൾ ചോദിച്ചു, ഉമൈർ, അങ്ങ് ഹിജാസിന്റെ ഗവർണർ പദവി അലങ്കരിച്ചില്ലേ? അങ്ങ് ജനങ്ങളെ സേവിക്കേണ്ടുന്നതിന് പകരോ അങ്ങ് സ്വന്തമായിട്ട് സ്വന്തം നഫ്സിന് വേണ്ടിയിട്ട് സുഖാഡംബരങ്ങളിൽ മുഴുകുകയായിരുന്നു എന്ന കിംവന്തി കേട്ടിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങ് സമ്പാദിച്ചത് മുഴുവനും എന്റെ മുന്നിൽ ഹാജരാക്കൂ നീറേ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകന്റെ കൂട്ടുകാരന്റെ മുന്നിൽ ഉമൈർ തങ്ങളങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ ഒന്നിങ്ങോട്ട് നോക്കെന്റെ ശരീരത്തിലേക്ക്. ഈ കണ്ണം വെച്ച കോട്ടല്ലാതെ ഞാൻ മറ്റൊരു ഡ്രസ് എനിക്കില്ല ഉമറേ. ഈ കഷ്ണം വെച്ച് കീറി പറഞ്ഞ് ഈ ഡ്രസ്സല്ലാതെ എനിക്ക് മറ്റൊരു ജോഡി ഡ്രസ്സില്ല ഉമറേ എന്ന് ഹിജാസ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഗവർണറായ സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു. തീർന്നില്ല എന്റെ സഹോദരന്മാരെ, തീർന്നില്ല എന്റെ സഹോദരിമാരെ. എന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, ഈ ഊന്നുവടി ഇതാ, ഇതും അങ്ങ് കണ്ടുകെട്ടിക്കോ. ഇത് അധികമാണെങ്കിൽ ഇതും കണ്ടുകെട്ടിക്കോ. ഇത് ഞാൻ എന്റെ കയ്യിൽ പിടിക്കുന്നത് ഞാൻ പാതിരാവിലെ പ്രജകളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോ പിടിമൃഗങ്ങളിൽ നിന്ന്, ഏജന്തുക്കളിൽ നിന്ന് സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഊന്നുവടി ഞാൻ കരുതുന്നത് ഉമർ തങ്ങളെ. ഇത് കൂടുതലാണെങ്കിൽ അങ്ങയുടെ മുന്നിൽ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന തോളൻ സഞ്ചി എടുത്തിട്ട് ഉമർ തങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തിട്ട് ഉമൈർ തങ്ങൾ പറഞ്ഞു, യാ
ഉമർ തങ്ങളെ, ഇതാ തോളൻ സഞ്ചിയിൽ ഒരു തോൽപാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ കുമ്പിടേണ്ടുന്ന സമയം സാഷ്ടാംഗം ചെയ്യാൻ, നമിക്കാൻ, സുജൂദ് ചെയ്യാൻ സമയമാവുമ്പോ അംഗശുദ്ധി വരുത്താൻ, പൊതുവെടുക്കാൻ വെള്ളം കോരാൻ വേണ്ടിയിട്ടാണ് ഉമർ തങ്ങളെ ഈ തോൽപാത്രം ഞാൻ എടുത്തു വെച്ചത്. ഇതും അമിതമാണെങ്കിൽ ഈ തോൽപാത്രവും ഈ ഡ്രസ്സും ഈ ഊന്നുവടിയും ഇതാ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമൈർ തങ്ങള് അല്ലാഹുവേ ഇതിന്റെ മുമ്പില് ഇത് അകാരണമാണ്, ഇത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നാളെ എന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിച്ച് ശിക്ഷിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമൈർ തങ്ങളുടെ തലമുറക്കാരായ നമ്മൾ എത്ര ജോഡി ഡ്രസ്സാ, എനിക്കെത്ര ജോഡി ഡ്രസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയോ? എവിടെയെങ്കിലും എന്റെ പെങ്ങന്മാർ, എന്റെ സഹോദരിമാർക്കൊക്കെ കല്യാണത്തിനൊക്കെ പോവേണ്ടി വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? സമയം വൈകുന്നത്, ഏറ്റവും കൂടുതൽ സമയം വൈകുക എന്തിനാ? 36 റൂമിലേക്ക് കയറിപ്പോ. തമാശ പറയേണ്ട സമയമല്ലാത്തതുകൊണ്ടാ. കുടുംബ ജീവിതം ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു ദിവസം പറയാം. 36 ഉള്ളിൽ പോയിട്ട് ഇങ്ങ് വരൂല, ഇനി ഒരുങ്ങിക്കില്ലേ നിങ്ങളെ ചോദിക്കും, പറയൂ ഏതാ വിടട്ടിയേ, കൺഫ്യൂഷൻ അല്ലേ? എത്ര ജോഡി ഡ്രസ്സാ അല്ലേ? ഏതെല്ലോ പെണ്ണുങ്ങള് ഏതെല്ലോ തുണി തികയാണ്ടപ്പോ തയ്ച്ചിട്ടതൊക്കെ നമ്മൾ ഫാഷനായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കല്ലേ. എന്തെല്ലാം ഡ്രസ്സ്, എത്ര സുന്ദരമാ ഫർദ. പാലനൊക്കെ വരുമ്പോ ഫർദ കെട്ടിട്ടുണ്ട്, പക്ഷേ ഫാത്തിമ ബീബി ഇട്ട ഫർദയാകുന്നുണ്ടോ? ഫാത്തിമ ബീബി ഇട്ട ഫർദ നമ്മളെ ഫർദ. നിങ്ങൾ അറിയോ, ഒരു ദിവസം ഫാത്തിമ കരഞ്ഞെന്തിനാന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നിട്ട് ഫാത്തിമ ഒരു കരച്ചില് കരഞ്ഞു. എന്തിനാണെന്നറിയോ? അങ്ങാടിയിൽ പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാണ്. അലിയാരെ തങ്ങളെ പൊത്തിങ്ങട്ട് പിടിച്ച് തട്ട കരച്ചില്. നമ്മള് കരഞ്ഞാൽ എന്തിനാ? എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ മരുമോളല്ലേ, ഇപ്പുറത്തെ ഉമ്മാൻ അനിയത്തിന്റെ മോളെ പൊരേ കൂടല്ലേ പോവാൻ ഡ്രസ്സിന്, അല്ലെങ്കിൽ അപ്പുറത്ത് ഫ്രിഡ്ജ് വേണ്ട വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുക്കണമെന്ന് പറയാൻ, അല്ലെങ്കിൽ പൈസ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഫാത്തിമ ഇതിനൊന്നല്ല കരഞ്ഞത്. കേൾക്കണേ എന്റെ ഉമ്മ പെങ്ങന്മാർ, രണ്ട് കാതും തുറന്നു പിടിച്ച് ചരിത്രമെന്ന് കേൾക്കണേ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നില് പൊട്ടിക്കരഞ്ഞത് എന്തിനാണെന്നറിയുമോ? അലിയാര് തങ്ങളെ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അലിയാര് തങ്ങളെ. എന്റെ മനസ്സിന്റെ ചിന്താമണ്ഡലത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട് അലിയാര് തങ്ങളെ. അതിന് ഉത്തരം അങ്ങ് തരണമെന്ന് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്താ എനിക്ക് ഇത്രമാത്രം വിഷമമുള്ള കാര്യമെന്ന് പറയൂ ഫാത്തിമ. ആ ഫാത്തിമ പറഞ്ഞത് കേൾക്കണോ എന്റെ പൊന്നാര പെങ്ങളെ? ജീവിതത്തിൽ ഇത്രയും ദിവസം ഇത്രയും വർഷം ജീവിച്ചു, ഇതുവരെ എന്റെ ശരീരം അന്യ പുരുഷന്മാര് കണ്ടിട്ടില്ല. എന്റെ ശരീരത്തിന്റെ വടിവന്യ പുരുഷന്മാര് കണ്ടിട്ടില്ല. എന്റെ ശരീരം അന്യ പുരുഷന്മാര് സ്പർശിച്ചിട്ടില്ല. എന്റെ ശരീരം അന്യ പുരുഷന്മാര് നോക്കിയിട്ടില്ല. എന്റെ ശരീരത്തെ ജീവനുള്ള കാലത്തോളം അത് നടക്കില്ല. പക്ഷേ എന്റെ പൊന്നാരമാരാ, എന്റെ ഈ ശരീരത്തിന് റൂഹ് അങ്ങോട്ട് പോയാൽ നിശ്ചലമായിട്ട് അങ്ങോട്ട് കിടക്കുമ്പോ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആരാ കുളിപ്പിക്കൂ എന്ന് ഞാൻ അറിയില്ലല്ലോ. ആ സമയത്ത് എന്റെ ശരീരം ആരൊക്കെയോ വന്നിട്ട് തലോടുമ്പോ പിടിക്കുമ്പോ കുളിപ്പിക്കുമ്പോ ആരെങ്കിലും വിചാരിച്ചാലോ ഫാത്തിമയുടെ ശരീരത്തിന് ഇത്ര സൗന്ദര്യമോ, ഫാത്തിമയുടെ ശരീരത്തിന് ഇത്ര വടിവോ, ഇത്തരം സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നോ ഫാത്തിമ എന്ന് ആരെങ്കിലും വിചാരിച്ചു പോയാൽ അലിയാര് തങ്ങളെ അതിനുത്തരവാദി ഞാനല്ലേ. അതുകൊണ്ട് അത് അങ്ങയൊന്ന് ഏറ്റെടുക്കുമോ അലിയാര് തങ്ങളെ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നായകന്റെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതേപടി പകർത്തിയ പുന്നാര മകളുടെ ഭർത്താവ് അലിയാര് തങ്ങൾ പറഞ്ഞത്ര ഫാത്തിമ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട ഫാത്തിമ. എനിക്കൊരു വിഷമമാണെങ്കിൽ മയ്യത്ത് ഞാൻ കുളിപ്പിച്ചോളാം, അതല്ലെങ്കിൽ ബേജാറ്. ഇപ്പൊ ആ വിഷമം അടങ്ങിയില്ലേ? അപ്പൊ സന്തോഷം ഇല്ല. ആ സമയം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓക്കെ അത് സംഭവിച്ചു, തീർന്നില്ല. അലിയാര് തങ്ങളെ രണ്ടാമതൊരു വിഷമമുണ്ട്. എന്തെന്നറിയടോ? അലിയാര് തങ്ങൾ ചോദിച്ചു, എന്താ രണ്ടാമത്തെ വിഷമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കുളിപ്പിക്കലൊക്കെ നിങ്ങൾ ഏറ്റു കമം ചെയ്യുമ്പോ നിങ്ങൾ ചെയ്യണം, അപ്പൊ ആരും കാണില്ല. പക്ഷേ
മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് തോളിലേറ്റിയിട്ട് അങ്ങനെ ഉയർത്തിയിട്ട് കൊണ്ടുപോകുമ്പോ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് പുരുഷന്മാരൊക്കെ എന്റെ ശരീരം കാണില്ലേ? ആ 3 കഷ്ണം 2 കഷ്ണം തൊടിയിൽ പൊതിയുമ്പോ ടൈറ്റായിട്ടല്ലേ മയ്യത്തിന്റെ കഫം കൂടെ അങ്ങോട്ട് പൊതിയ? ലൂസായിട്ടല്ലല്ലോ, ടൈറ്റായിട്ട് അങ്ങ് പിരിഞ്ഞ് മുറുകയല്ലേ? ആ സമയത്ത് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എടുത്തു പിടിച്ച് കാണിക്കില്ലേ? എന്റെ ശരീരത്തിന്റെ വടിവ് കാണില്ലേ അലിയാരെ? അങ്ങനെ ഏതെങ്കിലും ഒരു അന്യ പുരുഷൻ കണ്ടാൽ അതിന് ഉത്തരവാദി ഞാനാകുമോ അലിയാരെ എന്ന് ചോദിച്ചപ്പോ ആ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ അതിന് വഴി ഞാൻ കാണാം ഫാത്തിമ എന്ന് പറഞ്ഞു. എന്താ വഴിന്നറിയോ? അന്ന് വരെ മയ്യത്ത് കൊണ്ടുപോയിരുന്നത് മേലെ മൂടിയില്ലാതെയാ. അന്നാണ് മൂടി സമ്പ്രദായം വന്ന അന്ന് വരെ മയ്യത്തിന്റെ മേലെ മൂടി സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പലകേവൽ ഇങ്ങനെ മയ്യത്ത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന സമ്പ്രദായമായിരുന്നു. അലിയാര് തങ്ങള് ആ മയ്യത്ത് മൂടിയിട്ട് ശരീരത്തിന്റെ ഘടന കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മയ്യത്തിന്റെ മേലെ, മയ്യത്ത് കട്ടിലിന്റെ മേലെ ഒരു മൂടിയിട്ട് കൊണ്ടുപോയി. നമ്മൾ ചിന്തിക്കണം, നമ്മളെ സഹോദരിമാര് ചിന്തിക്കണോ? തീർന്നില്ല. 3ാമത്തെ കാര്യം പറഞ്ഞ എന്താണെന്നറിയോ? അവിടുന്ന് രക്ഷപ്പെട്ടു. അലിയാര് തങ്ങൾ പറഞ്ഞു, അതും ഞാൻ ഏറ്റു. ആ സമയം അലിയാര് തങ്ങളോട് പറഞ്ഞു, അതും ഏറ്റു, സമാധാനമായി. പക്ഷെ 3ാമത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിലൊക്കെ വ്യാവൃതരായി ക്ഷീണിതനായി മാറി നിന്ന് പോകരുത്. എന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ എടുത്ത് പിടിച്ച് താഴേക്ക് കഫമ്പടയോടുകൂടെ താഴേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ ശരീരത്തിന്റെ ഘടന കണ്ട് ആശിച്ചു പോയാൽ, ആഗ്രഹിച്ചു പോയാൽ അലിയാര് തങ്ങളെ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയില് അതിന് ഞാൻ സമാധാനം പറയേണ്ടി വരുമോ? അലിയാര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ അതിനും പോംവഴി ഞാൻ കാണാം. രാത്രി സമയത്ത് എന്റെ മയ്യത്ത് കബറിലേക്ക് ഞാൻ ഇറക്കി വെക്കാം. രാത്രി സമയം മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കാൻ 3 പതി. നമ്മൾ ചിന്തിച്ചോക്കെ എന്റെ സഹോദരിമാരെ, നമ്മളോ എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും, ഏടൊക്കെ കാണിക്കാൻ പറ്റും എന്നുള്ളതാ അല്ലേ? യു കഴുത്തും ബി കഴുത്തും ഹാഫ് കൈയും ഡബ്ല്യു കഴുത്തൊക്കെ, ആ കഴുത്തിന്റെ ഒക്കെ കൃത്യമായി ഒരു അർത്ഥമുണ്ട്. യു കഴുത്തിന് ഒരു അർത്ഥമുണ്ട്, ബി കഴുത്തിന് ഒരു അർത്ഥമുണ്ട്, ഡബ്ല്യു കഴുത്തിന് ഒരു അർത്ഥമുണ്ട്. ഈ നല്ലൊരു മജ്‌ലിസിൽ പറയാൻ പറ്റൂല. എന്താന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി. പകുതി കാണിച്ചു കൊടുക്കുക, പകുതി ബോഡിന്റെ കാണിക്കുന്നുണ്ട്, പീസ് കാണിക്കുക, ഫുള്ള് കാണിക്കാൻ വേണം, ചാല് കാണിക്കുക. അതാണ് ബി കഴുത്തും യു കഴുത്തും ഡബ്ല്യു കഴുത്തൊക്കെ അല്ലേ? ടൈറ്റാക്കിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ ഫാത്തിമ ബീബി ധരിച്ച ആ ഫർദയാ നമ്മൾ ധരിക്കുന്നത്? ആ ഫാത്തിമ ബീബി കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് ആ ഫാത്തിമ ബീബി കടന്നുപോയി ആ ഫർദ കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മളോ ഇവിടുത്തെ ഫാത്തിമമാർ ഞാൻ പോന്നവരെ നല്ല ഫാത്തിമമാരാ അല്ലെ? നമ്മൾ കല്ലെടുത്തെറിയ ഭക്ഷണം തരാണ്ടാക്കിട്ട് ഞാൻ ചെലവെല്ലാം മുടക്കിയിട്ടുണ്ട്. നല്ല ഫാത്തിമമാർ. ഇവിടുത്തെ എല്ലാവരും നല്ല ലൂസുള്ള ഫർദ ഇട്ടിട്ടാ വന്ന നസ്താദിയെ പറഞ്ഞു. അപ്പോ നമ്മള് ഇടുന്ന ഡ്രസ് നല്ല ഫർദ ഇങ്ങോട്ട് വാങ്ങും, ഫർദ ഹൗസിൽ പോയിട്ട്. എന്നിട്ട് നമ്മൾ എന്താക്കും, അങ്ങേപ്പുറത്ത് കൊണ്ടുപോയി ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഒന്ന് കുറച്ചങ്ങ് കുടിക്കേക്ക് ഹൗസിംഗിന്റെ ഒന്നും കൂടെ കൊടുക്കണം, ഇവിടെ ബോഡി കുറച്ചും കൂടെ. എന്തിനാ ഇങ്ങനെ തെറിപ്പിച്ച് നിർത്തിക്കുന്നത്? ഈ ഫർദ കൊണ്ടുള്ള ഉദ്ദേശം എന്താ? നമ്മള് സദസ് ഇഷ്ടം പോലെ വയലിന് വരുന്നുണ്ട്. വയല് കേൾക്കലൊന്നും കുറവില്ല. 10,000ങ്ങളാ വയല്. നല്ല വയലിന് ഇഷ്ടം പോലെ. നേരത്തെ കാലത്തെ പൊരേ ഇറങ്ങി ഒരു 36 വയലുണ്ട് എന്നെല്ലാം പറയും. ഇത് വയല് കേട്ട് ആസ്വദിച്ച അഭിപ്രായം പറഞ്ഞ ഇന്നിപ്പം തിരിച്ചും പറയും, അയാൾ നമ്മക്ക് തന്നെ പാര പണിതിട്ടാ പോയ പണ്ടാരം പിടിച്ച, ഇനി അയാളെ വിളിച്ചിട്ട് നമുക്ക് വേറെ അല്ലേ? അപ്പോ അങ്ങനെ ഈ ഫർദ കൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെടണ്ടേ? ഈ മജ്‌ലിസിലൊക്കെ എമ്പാട് സ്ത്രീകൾ വരുവേ നല്ലോണം കൂടൊക്കെ ചെയ്യും. കൊടുക്കുന്ന വിഷയത്തിലൊക്കെ ഭയങ്കര ഉഷാറാണ്. നമ്മളെന്നാ ഇന്ന് കാണുന്ന ബിൽഡിംഗ് ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ ഉയർന്ന, പെണ്ണുങ്ങൾ കൊടുത്തോണ്ട് ആണുങ്ങൾ കൊടുത്തോണ്ടെന്നല്ല ഞാൻ പറയൂല. ഇവര് കൊണ്ടായി തരൂലിയോളി, നിങ്ങളെ വരെ വണ്ടി ചാവി എന്നാ മതി. അപ്പൊ പെണ്ണുങ്ങൾ കൊടുത്തിട്ട് ഉമ്മാര് കൊടുത്തോണ്ട് ഞാൻ ഇന്ന് കാണുന്ന ഈ ബിൽഡിംഗ് ഒക്കെ അന്ന് ഒരു കോയിമുട്ടയൊക്കെ ഉമ്മാമ്മമാര് കൊടുത്തിട്ട് പറഞ്ഞ എന്റെ ഉപ്പാന്റെ കബറ് വിശാലാക്കണം. അപ്പൊ അപ്പുറത്തെ ഉപ്പ പറഞ്ഞ് 2 കോയിമുട്ട തരാം അല്ലേ? കബർ വിശാലാക്കല്ല, കാരണം ചണ്ടുപ്പാന്റെ കബർ എന്താവും അപ്പുറത്ത് പോയ സൈഡാണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നീട്ടി അങ്ങനെ ആക്കിയെടുത്തതാ അല്ലെ? ഈ കോയിമുട്ടയൊക്കെ ലേലം വിളിച്ചിട്ടും വിറ്റിട്ടൊക്കെ ഈ ഉയർന്നു കാണുന്ന ബിൽഡിംഗ് ഒക്കെ അടിയിൽ അങ്ങനെയാ എന്റെ സഹോദരിമാര്. പക്ഷേ കൊടുത്ത വിഷയത്തിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഈ ഡ്രസ്സിംഗ് കൊണ്ട് മൊത്തം പോവും.
അതുകൊണ്ട് സലാത്തിന്റെ മജ്‌ലിസിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എവിടെയും നമ്മളൊന്ന് സൂക്ഷിക്കണം. ഈ കാണുന്ന ലിഫ്റ്റ് ഇട്ട് ചുമപ്പിച്ച നമ്മുടെ ചുണ്ട് സുജാഉൽ അക്രം എന്ന പാമ്പിനൊന്ന് കൊത്താൻ വകയുണ്ടാവില്ല. ഈ ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് നമ്മളെ മിനുക്കിയ നമ്മളെ കവിൾത്തടം, ഒരുപാട് ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മളെ ഈ കവിൾത്തടം സുജാഉൽ അക്രം എന്ന പാമ്പിനൊരു കൊത്തിന് വകയുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കായിട്ടാ. അതുകൊണ്ട് എന്റെ സഹോദരിമാര് ഒന്ന് മാറ്റത്തിന് വേണ്ടിയിട്ട് കാമണിക്കൂറും കൂടെ പറയണം. നിർത്താനായില്ലേ? 9 മണിക്ക് ഷർപ്പിനങ്ങ് നിർത്തല പറയണെന്നാ പറയണല്ലേ, എണീച്ച് പോയിക്കോന്നു. അപ്പോ നമ്മൾ മാറ്റത്തിന് വേണ്ടിയിട്ട് വരണം. ഇത് വയല് കേട്ട് അഭിപ്രായം പറയണ്ട, ആരും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട. നല്ല വയലാക്കി അല്ലെ, കുറച്ചും കൂടെ കോമഡി പറയണ്ടേ, അയാൾക്ക് ഇതെല്ലാം കൊടുക്കണ്ടേ, അയാൾക്ക് കുടുംബജീവിതം കൊടുത്താൽ മതിയാണ്. അങ്ങനെ അഭിപ്രായമൊന്നുമല്ല. നന്നായിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഓഫ് അല്ല. അത് നന്നാകുക എന്നുള്ള ഇതൊന്നും തന്നെ നമ്മൾ നിങ്ങളെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിനെ കൊണ്ട് രക്ഷപ്പെടും, എല്ലാവരും നല്ലതെന്ന് പറഞ്ഞതിനെ കൊണ്ട് ആയില്ലല്ലോ. അടച്ചോന്റെ റെക്കാർഡിൽ വേണ്ടേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരിമാര് നമ്മൾ ചെയ്യേണ്ടത് അവരൊക്കെ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണോ. ദിക്റില്ല, ദിക്ർ നമ്മളെ നാവിലില്ല. തസ്ബീഹിന് പകരം റിമോട്ടായി മാറി. അതേപോലെ ഡ്രസ്സ് എപ്പോഴെങ്കിലും ആ ഫാത്തിമ ബീബി കരഞ്ഞ പോലെ ഭർത്താവിന്റെ മുന്നില് പരലോകോർത്തുകൊണ്ട് ഈ സദസ്സ് കൂടി നിൽക്കുന്ന പെങ്ങന്മാരെ എപ്പെങ്കിലും ഒന്നിന് കരഞ്ഞിട്ടുണ്ടോ? മശറെ കുറിച്ചിട്ട് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒന്ന്. ഇനി കയ്യിലും കാലിലൊക്കെ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. ഈ സ്വർണ്ണം ഇത്രയും തൂക്കിയിട്ട് നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും എന്റെ ഉമ്മ പെങ്ങന്മാര് സ്വന്തം മുന്നോട്ട് വന്നിക്കോ, ഇത് ഇന്നങ്ങ് മരിച്ച് ഇന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന് ഇതിന്റെ ശരീരത്തിന് ജീവൻ അങ്ങ് പോയാൽ കൊടിലെടുത്തിട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. അപ്പുറത്തോളുണ്ട ഓടുന്ന് മരിച്ചു കഴിഞ്ഞാൽ പാത്തൂട്ടി മരിച്ച് നമ്മളെ അറിഞ്ഞിക്ക അല്ലാ പോയോ, ഇന്ന് ക്ലാസ്സിനുണ്ടേനല്ലോ എന്നെല്ലാം പറയോ. മരിച്ചു പോയി കഴിഞ്ഞ് ഇപ്പേനും പോയെന്നറിയോ. പിന്നെ എന്റെ നട്ടോട്ടോടുന്ന മക്കള് കത്രിയൊക്കെ എന്തിനാന്നറിയോ? വയ്യത്ത് കുളിപ്പിക്കണം. പക്ഷേ കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് ശരീരത്തിൽ വധുവിന്റെ ശരീരത്തിൽ അവയവത്തില് വെള്ളം വരുന്നില്ല, വെള്ളം കയറുന്നില്ല, മോതിരം ടൈറ്റാണെന്ന് കട്ട് ചെയ്യുക, കത്രിക കോടുക. എന്റെ സഹോദരിമാരെ, കൊടുത്തേനെ കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ. സലാത്ത് കൊണ്ടേ രക്ഷപ്പെടുള്ളൂ. പരിശുദ്ധ ഖുർആൻ കൊണ്ടേ രക്ഷപ്പെടുള്ളൂ. നല്ലോണം കൊടുത്തോളി. ഇന്നിത് കൊടുക്കാതിരുന്നാൽ ഇന്നങ്ങ് ജീവൻ പോയാൽ ശരീരത്തിൽ ജീവനങ്ങ് പോയി കിട്ടിയാൽ മക്കൾ അതിനും വേണ്ടി അടിപിടി കൂടുക. ഇത് എന്താവും അറിയൂല. നമ്മളെ മക്കളൊക്കെ കുടിച്ചിട്ട് കുപ്പി എറിയുന്നത് ആരെ ദേഹത്താന്നറിയോ? വല്യപ്പാന്റെ ഉമ്മാമാന്റെ നെഞ്ഞത്തേക്ക്. ഖബറിസ്ഥാനിൽ ഒരു കിടക്കുമല്ലേ, ഖബറിസ്ഥാനിലേക്കാ കുപ്പി വലിച്ചെറിയുന്ന വല്യപ്പാന്റെയും ഉമ്മാമയുടെ ഒക്കെ നെഞ്ഞക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ മാറ്റം വരണം. ദുനിയാവ് കണ്ടില്ലേ, ഉമർ റളിയല്ലാഹു ആകെ സമ്പാദിച്ചതാ. നമ്മൾ സ്വർണ്ണം ഇട്ടിട്ട് എപ്പെങ്കിലും ഭർത്താവിനോട് പറഞ്ഞിക്കോ, ഒരു പവൻ കൊടുത്താൽ ഒരു ഉംറ ചെയ്യാ, അള്ളാന്റെ റസൂലിന്റെ ഹലറത്തിൽ പോയിട്ട് സലാം ചൊല്ലാവുകൊണ്ട് നമുക്ക് പോവാന്ന് എപ്പോഴും ചോദിച്ചിക്കോ. വീടിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാഹനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാ റസൂലുള്ളാഹിന്റെ ഹലറത്തിൽ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഒന്ന് കാണണ്ടേ? കണ്ടവർക്ക് വീണ്ടും കാണാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. പോവാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആഫിയത്തോടു കൂടെ പോവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു ഹജ്ജ് ഉംറയൊക്കെ സ്വീകരിച്ചേരുമാറാവട്ടെ. സഹോദരിമാർ, അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുക. നല്ല ഇന്ന് കഴിഞ്ഞത് നാളേക്കൊന്നും മാറ്റിവെക്കേണ്ട അവസ്ഥയല്ല. നമ്മൾ ഈ ദുനിയാവിന്റെ റബ്കോ മെത്തയിൽ കിടന്ന് അന്ത്യുറങ്ങോ, സുബയും ഇല്ല. ഇന്നിപ്പോ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ, അല്ലാ തഹജ്ജുദാ. കർക്കിടകത്തില് പെയ്യാത്ത കുംഭത്തില് അല്ലേ, ഇവിടെ ഫർളിക്ക് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങളായി. വയലൊക്കെ പാതിരാവ് വരെ വയൽ ഇട്ടിട്ട് അന്ന് സുബയുണ്ടാവില്ല, അന്ന് സുബയുണ്ടാവൂല. വയലുണ്ട് എന്താ മെച്ചോ? അങ്ങനെയായി. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, റബ്കോ മെത്തയിൽ അന്തി ഉറങ്ങിയിട്ട് നമുക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല അല്ലെ, സുഖം കൊണ്ട് എഴുന്നേക്കാൻ കഴിയുന്നില്ല. എന്നാ കേട്ടോ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭാര്യമാരുടെ വീടുകളിൽ മാറി മാറി താമസിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുകളിൽ മാറി മാറി താമസിക്കുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നി സഫിയ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ചരിത്രമുണ്ട്. എന്റെ പെങ്ങളെ, എന്റെ സഹോദരന്മാരെ, ഉപ്പമാരെ ഒന്ന് കേൾക്കണേ. സഫിയ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് അന്തി ഉറങ്ങാൻ വരുന്ന ദിവസം പുണ്യ റസൂലിനും എനിക്കും വിരിക്കാനും പുതക്കാനും ഒടുക്കാനും ഉണ്ടായിരുന്നത് ഒരേ ഒരു വിരിപ്പ് മാത്രമായിരുന്നു. വിരിക്കാനും പുതക്കാനൊക്കെ കൂടിയിട്ട് ഒരൊറ്റ വിരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് സയ്യിദത്തുനാ ഹഫ്സ റളിയല്ലാഹു അൻഹ
എന്നിട്ട് ഹഫ്സാ ബീബി അള്ളാന്റെ റസൂൽ ഇങ്ങനെ വന്നിട്ട് കിടന്നിട്ട് ശരീരത്തിൽ ഷറഫാക്കപ്പെട്ട റസൂലിന്റെ മേനിയിൽ കസ്സഹീരി ഫീ തറഫി വൽബദരി ഫീ ശറഫി വൽബഹരി ഫീ കറമി വത്തഹരി ഫീ ഹിമമി റോസാപ്പൂവിന്റെ ദന്തനിരകള് പോലുള്ള മേനിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട മേനിയില് ഈ തപ്പന ഓലകൾ തട്ടിയിട്ട് ഷറഫാക്കപ്പെട്ട മേനിയിൽ പാടി കണ്ടപ്പോ വേദനിച്ചു പോയി ഹഫ്സ. ആ ഹഫ്സാ ബീവി ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് കടക്കാൻ വരുന്ന ദിവസം ഹഫ്സക്കും എനിക്കും അല്ലാഹുവിന്റെ റസൂലിനും ഹഫ്സക്കും വിരിക്കാനുണ്ടായിരുന്ന വിരിപ്പ് മടക്കിയിട്ട് ഹഫ്സക്കില്ലാതെ പുണ്യ റസൂലിനെ വിരിച്ചങ്ങോട്ട് കടത്തി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആ വിരിപ്പിൽ കടന്നു. സുബഹിയുടെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹഫ്സ നീ എന്നെ വഞ്ചിച്ചു ഹഫ്സ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയും വഞ്ചിച്ചോ? നമ്മൾ ചിന്തിക്കുക ആ വഞ്ചിക്കലല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു നീ വഞ്ചിച്ചു, നീ എന്നെ പ്രയാസപ്പെട്ട് സുഖായിക്കോട്ടെ പുണ്യ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മേനി വേദനിക്കരുതെന്ന് കരുതിയിട്ട് ഹഫ്സാ ബീവിക്ക് കൂടെയുള്ള വിരിപ്പ് 4 മടക്കാക്കിയിട്ട് വിരിച്ചു കൊടുത്തപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫ്സ എന്നെ വഞ്ചിച്ചു, കാരണം ദുനിയാവിന്റെ സുഖം എനിക്ക് തന്നു. ദുനിയാവെന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ളതല്ല ഹഫ്സ, ഇവിടെ സുഖിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഹഫ്സ നീ ഇത് ചെയ്യരുത്. അതുകൊണ്ട് നമ്മുടെ സമയം കളയാൻ പാടില്ല. നമ്മളിവിടെ സുഖിക്കാൻ വന്നവരല്ല, ഇവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാന്നല്ല ബോധം നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് തിരിച്ചു പോവണം, റബ്ബിനെ കാണണം എന്നൊരു ചിന്ത. നമ്മുടെ കയ്യിലേക്ക് പതാക ഏൽപ്പിച്ചവർ ആരൊക്കെയാ? നമ്മളെ കയ്യിൽ ഈ തൗഹീദിന്റെ പതാക ഏൽപ്പിച്ച ഇത് ഇതേപോലെ നമ്മൾ പിന്തലമുറക്കാർക്ക് വരുന്ന സമുദായത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരാ. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ പിച്ച് ചീന്തല്ലേ, ടൈറ്റ് അങ്ങനെ കൂടുകയല്ലേ. ബസ്സിൽ പോലും സീറ്റിന്റെ പുരുഷന്മാർക്ക് എല്ലാവരും ഡ്രസ്സൊക്കെ വളരെ മോശമായി. ഇപ്പൊ സുജൂദിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ, സുജൂദ് പോയാലുള്ള അവസ്ഥകൾ വെച്ച് പുരുഷന്മാരൊക്കെ ആവശ്യം. ഈ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് മുല്ലാമാരായി കിട്ടിയ എത്ര റാത്ത. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ മക്കളൊക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാവട്ടെ. നമ്മളൊക്കെ അല്ലാഹു സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നല്ലൊരു ഐശ്വര്യല്ലേ ഈ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം. ഈനെ സഹായിച്ചിട്ടില്ലേ? എപ്പ നമ്മളെ സഹായിക്കുക? നല്ലോണം സഹായിക്കുക, നല്ലോണം കൊടുക്കുക, സ്വന്തം പോരാ മക്കളെ പോലെ പോറ്റുക. ഈ മക്കൾക്കെല്ലാം ഓരോ മക്കൾക്ക് ഒരു ഹാഫിൽ ആയിക്കഴിഞ്ഞാൽ ഒരു ഹാഫിലിന് 10 ആളെ സ്വർഗത്തിലേക്ക് കയറ്റി അയക്കാന് അള്ളാഹു ചാൻസ് കൊടുക്കുമ്പോ പറയും, മോൻ പറയോ, അള്ളാഹുവേ എനിക്ക് ചെലവ് തന്ന എന്റെ ഉപ്പയും എന്നെ ഇങ്ങനെ സ്ഥാപനത്തിൽ ഇങ്ങനെ കൊണ്ടാക്കിയപ്പോ എനിക്ക് ചെലവിന് തന്നവർ ഇവര് നരകത്ത് പോകുമ്പോ ഞാൻ സ്വർഗത്ത് പോകുന്ന അനീതിയാ അള്ളാഹുവേ, അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറയും മക്കള്. അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളെ മക്കൾക്കും അമ്മക്കൊക്കെ അള്ളാഹു ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളറിയോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കാല് മറച്ച തലമറച്ച പാദം മറയാത്ത ഒരു ഡ്രസ്സ് മാത്രം ഉണ്ടായിരുന്ന ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ പട്ടിന്റെ പറുദീസയിൽ ആറാടുന്ന ദീനാറിന്റെയും ദിർഹമിന്റെയും മട്ടുപ്പാവിൽ ജീവിച്ച വ്യക്തിത്വമായിരുന്നു. വഫാത്തിന്റെ വേളയിൽ അവസാനം വിട്ടുപിരിഞ്ഞ് ദുനിയാവിന്ന് വിട്ടുപിരിഞ്ഞ് പോകുമ്പോ ഉണ്ടായിരുന്നതാ പറഞ്ഞ ഒരു അരയുടുപ്പ്, വേറൊന്നും ഉണ്ടായില്ല. നമ്മളങ്ങ് മരിച്ച് 3-ാമത്തെ ദിവസം ദോയരക്കല് വിപുലായി കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല വീട്ടിലെ ചർച്ച. ഈ സമ്പത്ത് എനക്ക് വേണോ, ഉപ്പാന്റെ വണ്ടി എനക്കാ, ഉപ്പാന്റെ ആ സ്ഥലം എനക്കുള്ളതാ, ബിൽഡിംഗ് ഇല്ലേ, അതിന് വേണ്ടിട്ട് അടിപിടി കൂടുകയല്ലേ. മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് അങ്ങോട്ട് തീർത്തിട്ട് വഫാത്തായപ്പോ അരയുടുപ്പ് മാത്രം ബാക്കി. ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്ന സ്വർഗത്തിലേക്കാ നമുക്ക് പോണ്ടേ. നമ്മൾ ദുനിയാവ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. സയ്യിദുനാ അസ്മാ റളിയല്ലാഹു അൻഹു കൊടുത്തത് കേൾക്കണോ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചാരത്തിൽ കൊണ്ടുപോവേണ്ടുന്ന സാമഗ്രികളൊക്കെ ഒരുക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കി. സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരിങ്ങനെ മാറി മാറി നോക്കിയപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് നോക്കിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സാമഗ്രികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ കെട്ടാന് കയറില്ല സിദ്ദീഖ് എന്ന് പറയേണ്ടുന്ന താമസം വിരിപ്പിന്റെ അപ്പുറത്ത് നിന്ന് മറയിൽ നിന്ന് കേട്ട സയ്യിദത്തുനാ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ, അത് ഞാൻ സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബലിയുടെ അപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് തന്റെ അരയുടുപ്പ് കീറി. കൊടുക്കാനില്ല, വേറൊന്നും കൊടുക്കാനില്ല. അരയുടുപ്പ് കീറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇത് അങ്ങയുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. ഇതിന് പകരമായിട്ട് എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ റസൂലേ? നാളെ മഹ്ശറയില് എല്ലാവരും ബേജാറിൽ നെട്ടോട്ടമോടുമ്പോ ആരെയും സഹായിക്കാറില്ലാതെ, കാലിൽ ില്ലാതെ, ദേഹത്ത് വസ്ത്രങ്ങളില്ലാതെ, വിയർപ്പിയൽ മുങ്ങിയവനായിട്ട് ഇന്ന് കോടാനക്കോടി കിലോമീറ്റർ ഉയരത്തിൽ സൂര്യൻ ഉദിച്ചിട്ട് പോലും താങ്ങാൻ പറ്റാത്ത വെയിലത്ത്, ഒരു വെയിലത്ത് നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ, നാളെ ഒരു ചാട് ഉയരത്തിൽ സൂര്യൻ ഉദിക്കുമ്പോ ആ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് പ്രയാസപ്പെടുമ്പോ, യാ റസൂലല്ലാഹ്, ഇതിന് പകരം അർശിന്റെ തടൽ നൽകണേ നബിയേ. ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നൽ പടരിലെന്ന് കടന്നു പോവാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേന്ന് സയ്യിദത്തുനാ ഹസ്ബാ റളിയല്ലാഹു അൻഹാ, ആ ഹസ്ബാ ബീവി കടന്നു പോകുന്ന സ്വർഗത്തിലേക്കാ കടന്നു പോവേണ്ടത്. എന്നെ കൊടുത്തത് തേച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് നന്നായിട്ട് സ്വർഗത്തിൽ ഒരു സ്ഥാന ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക. ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വഴന്ന് പറയാമെന്നല്ല, ഞാൻ ഇത് കൂട്ടത്തിൽ സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഹസിബു ഖബല അൻ തുഹാസബു, എന്റെ വിഷയം അതാണ്. ഹസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യണേ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മളെ ഒരു ദിവസം വിചാരണ ചെയ്യും. ഈ ആരോഗ്യത്തെ കുറിച്ച്, ഈ സമ്പത്തിനെ കുറിച്ച്, ഈ ആഫിയത്തിനെ കുറിച്ച് നമ്മളിവിടെ ഇരിക്കുമ്പോഴും ഈ സദസ്സിൽ വന്ന് ഇരിക്കുമ്പോഴും എത്രയോ ആൾക്കാരുണ്ട് പടച്ചോനെ, മെഡിക്കൽ കോളേജിന്റെ തെരുവോരങ്ങളിൽ ബെഡിൽ കിടന്നിട്ട് അല്ലാഹുവേ ഒന്നെന്റെ റൂഹിനെ നീ ഒന്ന് തിരിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. വർഷങ്ങളോളം വാട്ടർ ബെഡിൽ കിടന്നിട്ട് ശരീരങ്ങൾ പൊട്ടിയൊലിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ക്യാൻസർ രോഗികളുണ്ട്. അതൊന്നും പടച്ചോ നമുക്ക് തന്നില്ലല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചോൻ അനുഗ്രഹം തന്നില്ലേ, ഈ അനുഗ്രഹം പടച്ചോന്റെ മുന്നിൽ സമർപ്പിക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ സദസ്സിലേക്കൊക്കെ കടന്നു വരുമ്പോ വന്നിട്ട് നേരത്തെ കുത്തുന്ന ചില ആൾക്കാരൊക്കെ നേരത്തെ വരും, വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, പെണ്ണുങ്ങളൊക്കെ ചോദിക്കും, പാത്തോട്ടി നഫീസിനെ തോണ്ടിച്ച് കദീശ എടുത്തു വന്നില്ലേ, കദീശ ജനം കാണുന്നില്ലാലോ, കദീശ ഇപ്പം വരുമെന്നില്ല, ഓളെല്ലാം പണ്ടത്തെ മാതിരിയാ, ഓളിപ്പോ ആകെ മാർപ്പില്ലേ. നേരത്തെ വന്നിക്ക് നല്ല സദസ്സിൽ ഇരുന്നിക്ക് നമ്മൾ കേട്ടതും ചെയ്തതൊക്കെ ഓക്കെ എടുത്തു കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നാലും ഇരുന്നാലും കേട്ടാലൊക്കെ നമ്മളെ നാവിനെ സൂക്ഷിക്കുക, ജീവിതം ധന്യമാക്കുക. അവരൊക്കെ നേടിത്തന്ന പതാക ഹബ്ബാബ് ബിൻ അറത്തറദിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പാടുപെട്ട കേൾക്കണം. നമ്മള് ഒരുപാട് ഈ ചരിത്രം കേട്ടിട്ട് നമ്മളൊന്ന് വിലയിരുത്ത. ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ ചുണ്ടിങ്ങനെ നോക്കി. ഒരു സ്ഥലത്ത് കട്ടിപ്പാറ വയലിന് പോയപ്പോ ഇങ്ങനെ പറഞ്ഞു, കാട് പറയണോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തണ്ട, അങ്ങനെ സ്റ്റോപ്പില്ലാതെ അങ്ങോട്ട് പോട്ടെ. നമ്മൾ അനുഭൂതിക്ക് വേണ്ടിയിട്ട് അങ്ങനെയായി വയലൊക്കെ അതിങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ പറയാ, അതാ കേൾക്കാൻ രസം. അല്ലാണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് നിർത്തണ്ടെന്നാ പറഞ്ഞ അഭിപ്രായം. അനുഭൂതിക്കാവരുത്. അള്ളാന്റെ റസൂൽ എന്നെ പറഞ്ഞു സഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സഹാബ, ഹബ്ബാബ് ബിൻ അറത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് വല്ലാതെ ത്യാഗം ചെയ്തിട്ടുണ്ട്, വല്ലാതെ പ്രയാസം സഹിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് സഹാബി വര്യന്മാര് കടന്നു പോവുകയാണ്. കടന്നു പോകുന്നത് ആരെന്നറിയുമോ? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗൽഭരായ വര്യന്മാര് കടന്നു പോയിട്ട് ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഓ ഹബ്ബാബ്, ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരുപാട് സമർപ്പിച്ചവനാണെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങെന്താണ് ഇസ്ലാമിന് വേണ്ടി സഹിച്ചത് ഹബ്ബാബേ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നായകന്റെ കൂട്ടുകാർക്ക് മുമ്പിൽ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് തന്റെ അരയുടുപ്പങ്ങോട്ട് ശരീരത്തിലെ വസ്ത്രം മാറ്റിയിട്ട് സയ്യിദുനാ ഉമർ തങ്ങളോട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, എന്റെ ശരീരം നോക്കൂ സിദ്ദീഖ്,
എന്റെ ശരീരത്തിലേക്ക് നോക്കൂ ഉമറേ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാംസം അവശേഷിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും മാംസം അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തേ സംഭവിച്ചത് ഹബ്ബാബേ? ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരില് തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചതിന്റെ ഷഹാദത്തിന്റെ മന്ത്രത്തിന് ഉരുവിട്ടതിന്റെ പേരില് തസ്ബീഹ്മാലയും തഹ്ലീലുമായിട്ട് കഴിഞ്ഞുകൂടിയതിന്റെ പേരില് അല്ലാഹുവിന്റെ റസൂലിനെ പുൽകിയതിന്റെ പേരില് കുഫാറുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് തീക്കനൽ കൂട്ടിയിട്ട് തീയിട്ടിട്ട് കനലിലൂടെ എണ്ണിയിട്ട് എന്റെ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോ എന്റെ ശരീരത്തിൽ പൊട്ടിയൊലിച്ചിട്ട് എന്റെ ശരീരത്തിന് വ്രണമായിട്ട് ചീഞ്ചലം ഒഴുകി സിദ്ദീഖേ. അങ്ങനെ ദിവസങ്ങളോളം എന്റെ ശരീരത്തിൽ നിന്ന് ചലമങ്ങോട്ടൊഴുകിയപ്പോ ദിവസങ്ങളോളം പ്രക്രിയ തുടർന്നപ്പോ സിദ്ദീഖ് തങ്ങളെ ഉമർ തങ്ങളെ എന്റെ ശരീരത്തിൽ കിടന്ന മാംസം മുഴുവനും കരിഞ്ഞുപോയി. എന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചീഞ്ചലം കാരണം, ചലം കാരണം, രക്തം കാരണം കൂട്ടിയിട്ടിരിക്കുന്ന തീക്കനൽ മുഴുവനും കെട്ടുപോയി സിദ്ദീഖ് തങ്ങളെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ സഹോദരിമാരെ, അവർ ഈ പതാക നമ്മുടെ കയ്യിലേക്ക് വാങ്ങി തന്നത്, ഈ പതാക നമ്മുടെ കയ്യിലേക്ക് തന്നത് ജീവൻ കൊടുത്തിട്ടാണ്, ശരീരം കൊടുത്തിട്ടാണ്, മുഴുവനും സമ്പത്ത് കൊടുത്തിട്ടാണ്. ഈ പതാക തിരിച്ചു വരുന്ന മറ്റൊരു സമുദായത്തിന്റെ മുന്നില് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കേണ്ടത് ഇവിടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റണ്ടേ? നമ്മൾ ചെയ്യേണ്ടേ അതേ ഉള്ളൂ. ചെയ്യുന്നില്ലെങ്കിൽ പിച്ച് ചീന്തണോ? പിച്ച് ചീന്തണോ? നമ്മൾ ചിന്തിച്ചു സ്വർഗം വാങ്ങാൻ വേണ്ടിട്ട് ഓലൊക്കെ കുതിച്ചു പോയവർ. നമ്മൾ ഒരു സ്ഥലത്ത് അടിപിടി ഉണ്ട് തന്നെ, ആ പരിസരത്ത് പോലെ പിരിമുണ്ട് തന്നെ, അന്ന് പള്ളിയിൽ വരൂല അല്ലേ? എല്ലാ ദിവസവും ബക്കറ്റുമായിട്ട് ഇങ്ങനെ സാഹചര്യം വന്നാൽ പറയും കൊണ്ടാരം പിടിച്ച ബക്കറ്റ് വരുന്നുണ്ട് അല്ലേ നമ്മള്. എന്നാൽ പറഞ്ഞെന്ന് മാത്രം അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാൻ വേണ്ടിട്ട് മക്കള് പറഞ്ഞു അംർ ഇബ്നുൽ ജമൂഹിനോട് യുദ്ധത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. പരാതിയുമായിട്ട് കടന്നു വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് കടന്നു വരികയാണ്. അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന മുടന്തനായ കാലിന് സ്വാധീനമില്ലാത്ത സഹാബി പുണ്യ റസൂലിന്റെ ഹളറത്തിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്റെ മക്കളെ വിളിച്ചൊന്ന് ഉപദേശിക്കണേ നബിയേ, എന്റെ മക്കളോട് എന്നെ യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കരുതെന്ന് അങ്ങ് വിളിച്ചൊന്ന് ഉപദേശിക്കണേ നബിയേ എന്ന് പറഞ്ഞ് മക്കൾക്കെതിരെ പരാതിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് മുടന്തനായിരുന്ന അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന സഹാബി വര്യനാണ്. മക്കളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ അംർ ഇബ്നുൽ ജമൂഹിനെ തടഞ്ഞു നിർത്തുന്നത്? മക്കൾ പറഞ്ഞു, ഉപ്പാക്ക് കാലിന് മുടന്താണ്, സ്വാധീനമില്ലാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് യുദ്ധത്തിനേണ്ട, അതുകൊണ്ട് മക്കളായ ഞങ്ങൾ 4 പേര് പോവാം യാ റസൂലല്ലാഹ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഉപ്പയോട് യുദ്ധത്തിന് പോവേണ്ടതില്ലെന്ന് അങ്ങൊന്ന് ഉപദേശിച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കേദാരം റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അംർ ഇബ്നുൽ ജമൂഹിനോട് പറഞ്ഞു, അംർ ഇബ്നുൽ ജമൂഹ്, അങ്ങ് പോവേണ്ടതില്ല, അങ്ങ് യുദ്ധത്തിന് പോവേണ്ടതില്ല, അങ്ങേക്ക് കാരണമുണ്ടല്ലോ, കാലിന് മുടന്തല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അംർ ഇബ്നുൽ ജമൂഹ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, എന്റെ കാലിനൊരു മുടന്തുണ്ട് എന്നത് കാരണമായിട്ട് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയില് കോടാനക്കോടി മനുഷ്യർക്ക് സ്വർഗത്തിലേക്ക് പാറിപ്പറന്ന് കടന്നു പോകുമ്പോ സഹാബിവര്യന്മാര് പാറിപ്പറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ചോദ്യമില്ലാതെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ മിന്നൽപ്പടലിൽ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചെത്തിപ്പലും മുടന്തി എന്നൊരു കാരണം കൊണ്ട് ഈ പാവപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹിനെ മാറ്റി നിർത്തപ്പെടുകയോ യാ റസൂലല്ലാഹ്, ഒരു മുടന്ത് കാരണമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയോ യാ ഹബീബല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, അത് മാത്രം അങ്ങ് പറയരുത്, എനിക്ക് യുദ്ധത്തിന് പോവാൻ സമ്മതം നൽകണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോവാൻ സമ്മതം നേടിയെടുത്തുകൊണ്ട് ഒരു പിടിച്ച വാളുമായിട്ട് യുദ്ധഭൂമിയിലേക്ക് നീങ്ങിയിട്ട് ലോകത്തോട് വിട പറഞ്ഞെങ്കില് എന്റെ കൂടെ നിൽക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, എന്റെ സഹോദരന്മാരെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എങ്ങനെയാ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക? എങ്ങനെയാ പോവുക? അങ്ങനെ പറ.
ഒരു കടന്നു പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്. എങ്ങനെയാ കടന്നു പോവാ? നമുക്ക് കുറച്ച് സമയം വൈകുമ്പോ പള്ളിയിൽ വന്ന് ഞാൻ സമയം വൈകി, സലാത്തിന്റെ മജ്‌ലിസ് ഒന്ന് കുറച്ച് സമയം വൈകി, നമുക്ക് ഭയങ്കര പരാതിയും പരിഭവ. അതുകൊണ്ട് നമ്മൾ മനസ്സ് നന്നാക്കുക. അവര് കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ ദിക്റ്, പരിശുദ്ധ ഖുർആൻ ഓതുക, ദിക്റ് ചൊല്ലുക, സലാത്ത് ചൊല്ലുക, നന്മകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും ഒരു സമയം നമുക്ക് പറയാൻ ഞാൻ ഒരിക്കലാണ് സമയം വൈകുന്നുള്ള എനിക്ക് ഇവിടുത്തെ സിസ്റ്റം അറിയില്ലല്ലോ. അതുകൊണ്ടാ കൂടുതൽ വിഷമിപ്പിക്കണ്ട. ഇന്ന് പോയിട്ട് കുറെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ കാത്തു നിൽക്കണ്ടാവും ഭർത്താക്കന്മാർ സമയം കൃത്യം പറഞ്ഞ് തെറ്റിയോ നോക്കിക്കുന്ന ആൾക്കാർ. ഇതുവരെ പോയെ ഞാൻ സലാത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പറ്റില്ല പോയ അല്ലേ സലാത്തിന് അല്ലേ? കാലം കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് കുടുംബ ജീവിതം നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയണം. എല്ലാം ഈ സദസ്സിൽ നമ്മൾ പറയുക. ഭർത്താവിന്റെ ദുസ്വഭാവോ മക്കളുടെ ദുസ്വഭാവോ എല്ലാം നന്നാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആയിൽ എപ്പോഴും പാപിയായി ദോഷിയായി, ഞാനിത് ഉപദേശിക്കാൻ ഒരിക്കലും അർഹതയുള്ള ആളല്ല. ഈ വയലെന്ന് പറയാൻ അർഹതല്ല. ഞാനും നിങ്ങളെപ്പോലും പാപിയാണ്, ദോഷിയാണ്. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരെ ഒരു മാറ്റം ഉണ്ടാക്കുക. എന്റെ സഹോദരന്മാര് വയല് കേട്ടിട്ട് അന്നന്ന് ഇയാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളാണല്ലേ, അല്ല ഇപ്രാവശ്യത്തെ ആളാണല്ലേ, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് പോവുക എന്നതിലപ്പുറം ഒരു മാറ്റം എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ഇന്ന് തിരിച്ചു പോകുമ്പോ ഒരു 10 സലാത്ത് കൂടുതൽ ചെല്ലാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഒരു സലാത്ത് ചെല്ലിയതിന്റെ കാരണമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു 10 സലാത്ത് കൂടി ചെല്ലുക, ഒരു 10 ദിക്ർ ചെയ്യുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മൾ വീട്ടിൽ നിന്ന് പോയത് എയർപോർട്ടിലേക്ക് പോയ സഹോദരന്മാരില്ലേ മരിച്ചു എന്നുള്ള വാർത്തയാ കേൾക്കുന്നത്. പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, നാളേക്ക് മാറ്റിവെക്കേണ്ട ഇന്ന് തന്നെ. ഇന്ന് നാളെ എന്നുള്ള ഒരു ദിവസം, നാളെ നേരം വെളുത്തിട്ട് എഴുന്നേൽക്കുന്ന എന്താ ഇത്ര ഉറപ്പ്? ചിലപ്പം വന്ന് കരിയത്തുള്ള സമയം കഴിഞ്ഞിട്ട് മുട്ടി വിളിക്കുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് ചെയ്യുക. എന്നിട്ട് പടച്ചോനിലേക്ക് പൊട്ടി അങ്ങോട്ട് കരയാ. കരഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല. കരഞ്ഞിട്ട് ഈ സദസ്സിലൊക്കെ വന്നിട്ട് നിങ്ങൾക്കറിയാം കുറേന്ന് കരയാൻ സഹോദരിമാരുടെ കരയുന്ന കാര്യത്തിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ശാലിനിന്റെ കഥ നിങ്ങൾ അറിയാത്ത കൊണ്ട് നമ്മളൊക്കെ വിടിപ്പെട്ടിന്റെ മുന്നിൽ നിന്നിട്ട് ശാലിനിന്റെ കഥ കണ്ടിട്ട് കരഞ്ഞോലെ ഇപ്പങ്ങന്മാർ അവരോട് കരയാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആ സീരിയലില്. പക്ഷേ ആ കണ്ണുനീര് അള്ളാന്റെ മാർഗത്തിലാ സമർപ്പിച്ചെങ്കില് ഒരു ഈച്ചയുടെ തല, കുറേയൊന്നും കരണമെന്നല്ല, ഒരു ഈച്ചന്റെ തലയുടെ വലിപ്പത്രയല്ലേ അത്ര കണ്ണുനീര് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പോയിച്ചാൽ നരകത്തിൽ അവൻ കിടക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയണ ഏകാന്തത ഇരുന്ന് സീരിയലിന്റെ മുന്നിൽ അഭിനയിക്കുന്ന പെണ്ണിന്റെ കഥന കണ്ടിട്ടല്ല നമ്മൾ കരയണ്ടേ. നാളെ മഹ്ശറയുടെ ആ ഭയാനകമായ അവസ്ഥയെ കുറിച്ചിട്ട് കരയണം, കണ്ണുനീര് വരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാനെ ഓർത്തുകൊണ്ട് കരയാൻ അങ്ങനെ കഴിയുന്ന കണ്ണ് അല്ലാഹു നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഉപ്പയൊക്കെ മരണപ്പെട്ടു പോയതാണ്, നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി വീണ്ടും നമുക്ക് കാണാം, സമയം കിട്ടുമ്പോൾ സന്ദർഭത്തിലൊക്കെ നമ്മളൊക്കെ ദുആയിൽ വീണ്ടും ഞാൻ വസിയത്ത് ചെയ്യുക. എനിക്കൊരു വീടൊക്കെ വേണം, അത് ഒക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്നതാവാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണം. എല്ലാം അങ്ങേക്ക് ഉപകരിക്കുന്ന, ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാവണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരികയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒക്കെ നമ്മൾ പതിവാക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ രാവിലെ ചൊല്ലിയിട്ട് പോയാൽ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും തിരിച്ചുകൊണ്ട് വേണ്ട, കുറെ വയല് കേട്ടിട്ട് നിൽക്കാണ്ട് പറഞ്ഞിട്ട് പോയാൽ പോരാ. എന്തെങ്കിലും ഒന്ന് ഇന്ന് നേടാൻ കൂടുതൽ വേണം. ഒന്ന് പറയാ, ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. ഹിസ്ബുൽ ബഹർ നമ്മൾ പതിവാക്കിയുള്ള കൂലി കേൾക്കണം. എന്റെ സഹോദരന്മാരെ ഏറ്റെടുത്തങ്ങ് ചെല്ലുക. രാവിലെ ഒരാള് ചെല്ലിയാല് വൈകുന്നേരം വരെ അവനിക്ക് വേണ്ടി 70,000 മലക്കുകൾ അവനിക്ക് ദുആ ചെയ്യുമെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ 70,000 മലക്കുകൾ. ഇനി രാത്രിയാണ് അവന് ചെല്ലിയതെങ്കിൽ നേരം പുലരുന്നത് വരെ അവനിക്ക് വേണ്ടിയിട്ട് 70,000 മാലാഖമാര് അവനിക്ക് പൊറുക്കൽ തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെല്ലുക, നമ്മൾ ചെല്ലുക, സ്വർഗത്തിന്റെ അവകാശിയാവാൻ വേണ്ടി നിൽക്കുക, അതിന് ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ എന്ന് തുടങ്ങുന്ന ആയത്ത് സമയം വൈകുകൊണ്ട് ഉസ്താദന്മാരോട് ചോദിക്കുക, നമ്മൾ പഠിക്കുക. അത്
ദായിമാക്കുക ചെല്ല. പണ്ടുള്ള ഉമ്മാമമാരൊക്കെ നല്ല നല്ല ചെല്ലിയിരുന്നു. കഞ്ചുല്ലർഷ്, നൂറുല്ലീമാൻ, ആലുമുസലാത്ത്. ഇന്ന് അതൊക്കെ കഞ്ചുല്ലർഷ് എന്നെല്ലാം പറഞ്ഞു എന്ത് അർച്ച പഠിച്ചോ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. പണ്ട് പാട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ഇപ്പൊ പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. പണ്ടൊക്കെ എത്ര മോശമായിരുന്നു അല്ലേ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ അങ്ങടിയൊക്കെ. ഇന്നിപ്പോ ഇറങ്ങി ചൊക്ലിയിലത്തെ പെണ്ണിനെ കാണാൻ വന്ന് പരസ്യമായിട്ട് നെറ്റിൽ വിളിച്ചു പറയാ, യാതൊരു ഉളുപ്പില്ലാതെ. അത് മുസ്ലിം സമുദായത്തിന്റെ നാമധാരികള്. എന്താ പറയണേ, പണ്ടൊക്കെ പെണ്ണുങ്ങള് അല്ലേ പുറത്തുനിന്ന് ഒരാൾ വന്നിരുന്നെങ്കിൽ മറച്ചിട്ട് ഇങ്ങനെ തട്ടത്തിന്റെ മറയത്ത് ഇവിടെ ഓറില്ല. ഭർത്താവിന്റെ പേര് അഭിസംബോധന ചെയ്യൽ ഇപ്പം തുടങ്ങിയതാ. എടാ വാടാ പൊട്ടാന്നൊക്കെ ഇന്നാ വിളിക്കാൻ തുടങ്ങിയ. ആണല്ലാത്തപ്പോ ഒരു കാലത്തൊക്കെ ഭർത്താവിനെ അഭിസംബോധന ചെയ്തത് ഏയ് ഷൂയ് കുയ് ഒന്ന് ഇവിടെ നിന്നൊക്കെ ആയിരുന്നു. അന്നൊക്കെ ബഹുമാനായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യും. ഇന്ന് നമ്മൾ പൊട്ടന്മാരായപ്പോ ആ രീതിയിൽ പെണ്ണുങ്ങൾ ലജ്ജയില്ലാതെയായി. നിങ്ങൾ ചിന്തിച്ചോക്ക്. ഇപ്പം ഞാൻ കണ്ടൊരു പാട്ട് ഇപ്പൊ എടുത്ത് കേട്ടു അല്ലേ. ചൊക്ലിയിലത്തെ പെണ്ണിനെ കാണാൻ പറഞ്ഞ് കണ്ടിക്കില്ല ഇങ്ങോട്ട് തലശ്ശേരിക്ക് വന്ന് പരസ്യമായിട്ട് പറയാ, യാതൊരു ഉറപ്പില്ല അല്ലേ. ലജ്ജ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം ലജ്ജ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ പാട്ട് എന്താ പാട്ട് നമ്മൾ കേട്ടിരുന്നു. ഒരു കാലത്തൊക്കെ പാട്ടുണ്ടായിരുന്നു. പാട്ടിന് നമ്മൾ കുറ്റം പറഞ്ഞ നല്ല പാട്ടുണ്ടായിരുന്നില്ലേ. പരംവിധിച്ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കുന്ന സുജാത്ത് നമുക്കുണ്ടോ നാട്ടിലെ. കഥയെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ആ പാട്ട് കേട്ടപ്പോ പാട്ട് ആസ്വദിക്കുകയും ചെയ്തു. അവരെന്ത് ചെയ്തു, അള്ളാഹിനെ കുറിച്ച് ഖബറിനെ കുറിച്ച് ഓർമ്മ ഉണ്ടായിരുന്നു. അന്ന് കുട്ടീനൊക്കെ ഉറക്കുന്ന സമയം ഉമ്മാമമാര് പാടിയിരുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യഗ്ഫിർ ലനാ ഗുഫ്റാനനാ. സബ് ഞങ്ങളെ റഹ്മാനനാ അമ്മ ചെയ്ത തമ്പുരാനനാ. മഹപാവിയങ്ങളെ ബന്ധുന യഗ്ഫിർ തടിയാലെടുത്ത കടപ്പുകൾ സർവാസൈറുകൾ പൊരുതായ ബങ്കുണതമ്പുകൾ പിശനാവിനാല മൊഷിഞ്ഞതും പിശമൂക്കിനാല മണത്തതും മിഴിനോട്ടമിൽ പിഴച്ചതും കേട്ടിട്ട് കുഞ്ഞൻ ഉറങ്ങി. ആ കുട്ടി സമൂഹത്തിന് സമുദായത്തിന് വീട്ടുകാർക്ക് ഉപകരിക്കുന്ന കുട്ടിയായി മാറി. ഇന്നോ ചെക്കിളിയിൽത്തോളം കണ്ടുകണമെങ്കിൽ ബാന്ന് പറഞ്ഞു ഈ കുട്ടി ആ രീതിയിൽ ബാന്നല്ല വിളിച്ചു കയറ്റിക്കൊണ്ടോ നമുക്കെന്തോ പറയാൻ പറ്റുമോ? വീട്ടിൽ അന്യ പുരുഷനെ കയറ്റിയാൽ ഈ ഉപ്പക്ക് ഈ ഉമ്മക്ക് ധാർമ്മികപരമായി ആ കുട്ടിയെ ഉപദേശിക്കാനുള്ള വല്ല അവകാശമുണ്ടോ? കാരണം ഈ കുട്ടീനെ ഉറക്കുന്നെന്തെന്നാ ഇത് പാടിയിട്ടല്ലേ. അപ്പൊ ഞെട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞൻ തന്നെ വിചാരിക്കുന്നത് ഇനി എന്താക്കണം പരസ്യമായിട്ട് വിളിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ പൈതൃകത്തിലേക്ക് ഒരു തിരിച്ചു പോക്ക്, മുൻഗാമികളിലേക്ക് നമ്മൾ തിരിച്ചു പോവാ. അവര് കടന്നു പോകുന്നത് സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ ഒരു ഇരിപ്പിടം നമ്മൾ കണ്ടെത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, സ്വലാത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ മരണപ്പെട്ട സമസ്തയുടെ മുഫദ്ദിഷ് അലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മാന്യ ഒരു പണ്ഡിതനായിരുന്നു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ.